പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ നൂറ്റാണ്ടിലെ വൈജ്ഞാനിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നായിരുന്നു ജെ.ഡി. ബെർണലിൻ്റെ ശാസ്ത്രത്തിൻ്റെ ചരിത്രം 4 വോള്യങ്ങളായി പുറത്തു വന്ന ആ ഗ്രന്ഥം. ബെർണൽ ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ടോളം കാലത്തെ പരിശ്രമത്തിലൂടെയാണ് ആ പുസ്തകം കൊണ്ടുവന്നത്. ഇപ്പോഴും ശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആലോചനയുടെ കേന്ദ്രമായ ആ പുസ്തകം നിലനിൽക്കുകയും ചെയ്യുന്നു. ബെർണൽ ആ പുസ്തകം എഴുതുന്നുണ്ട് എന്ന് ധാരാളമായി ആളുകൾ ധരിച്ചിരുന്നു. ആ പുസ്തകം പക്ഷെ പുറത്തു വന്നപ്പോൾ ആ പുസ്തകത്തിൻ്റെ ശീർഷകം ഹിസ്റ്ററി ഓഫ് സയൻസ് എന്നല്ല, മറിച്ച് സയൻസ് ഇൻ ഹിസ്റ്ററി എന്നായിരുന്നു. അത് അദ്ദേഹത്തോട് ആളുകൾ ധാരാളമായിട്ട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത്. ഇന്ന് പക്ഷേ അതത്ര അസാധാരണമായൊരു കാര്യമല്ല. പക്ഷേ 1954 4 വോള്യങ്ങളായിട്ട് സയൻസ് ഇൻ ഹിസ്റ്ററി എന്ന പേരിൽ ആ പുസ്തകം പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ ചരിത്രം എന്നതിന് പകരം ശാസ്ത്രം ചരിത്രത്തിൽ എന്ന ഒരു ശീർഷകത്തിലേക്ക് ഇത് നീങ്ങുന്നു എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെടുകയുണ്ടായി. വാസ്തവത്തിൽ ഇത് ശാസ്ത്രത്തെ മാത്രം സംബന്ധിക്കുന്ന ഒരു സംഗതിയല്ല, മറിച്ച് നമ്മുടെ ഏത് തരം ജീവിതാവിഷ്കാരത്തെ സംബന്ധിച്ചും ബാധകമായ ഒരടിസ്ഥാന പ്രശ്നത്തെയാണ് ബെർണൽ തൻ്റെ ശീർഷകത്തിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. സയൻസ് ഇൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ശാസ്ത്രം ചരിത്രത്തിനകത്തായിരിക്കുന്നു എന്ന് മാത്രമല്ല, തിരിച്ച് ചരിത്രം ശാസ്ത്രത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നും കൂടിയാണ്. ശാസ്ത്രവും ചരിത്രവും എന്ന് പറയുന്നതിൽ നിന്ന് ശാസ്ത്രം ചരിത്രത്തിൽ എന്ന് പറയുന്നതിലേക്കുള്ള ദൂരം ശാസ്ത്രത്തെ ഒരു വിശേഷജ്ഞാന മേഖലയായി വകതിരിച്ചെടുത്ത് അതിൻ്റെ ഒരു ആഭ്യന്തര ചരിത്രം എന്ന നിലയിൽ ഒരു വിജ്ഞാന മേഖലയെ രൂപപ്പെടുത്തുന്നതിന് പകരം സാമൂഹികമായ നിരന്തര വിനിമയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ എന്ന നിലയിൽ ശാസ്ത്രത്തെ കാണാൻ ശ്രമിക്കുക. സാങ്കേതികമായൊരു ഭാഷയിൽ പറഞ്ഞാൽ സത്താപരമായ ഒരു ജ്ഞാനസങ്കല്പത്തിനെ തിരസ്കരിച്ച് പ്രക്രിയാപരമായ ഒരു ജ്ഞാനസങ്കല്പം ഉയർത്തിക്കൊണ്ടുവരിക. ഒരുപക്ഷേ ആധുനികതയുടെ ഘട്ടത്തിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വൈജ്ഞാനിക സംഘർഷം ഈ 2 സമീപനങ്ങൾ തമ്മിലാണ്. ഒരു ജ്ഞാനം അതിൻ്റെ തന്നെ ആഭ്യന്തര പൂർണ്ണതയുള്ളതാണ് എന്ന് കരുതുന്ന, നമ്മൾ സാങ്കേതികമായി ഡിസിപ്ലിനാരിറ്റി എന്നൊക്കെ കരുതുന്ന ഒരു സമീപനം. ആധുനികത അത്തരത്തിൽ ഓരോ ഡിസിപ്ലിനുകളെയും അതാതിൻ്റെ ആഭ്യന്തര യുക്തിയോടെ ചിട്ടപ്പെടുത്തുകയും അതിൻ്റെ ഡിസിപ്ലിനകത്തുള്ള നിങ്ങളുടെ തഴക്കവും നിങ്ങളുടെ വൈദഗ്ധ്യവുമാണ് നിങ്ങളെ ഒരു വിജ്ഞാന വിദഗ്ധനാക്കുന്നത് എന്ന് പറയുകയും അത്തരത്തിലുള്ള വിജ്ഞാന വൈദഗ്ധ്യത്തെ രൂപപ്പെടുത്തുകയും ചെയ്ത ഒരു സവിശേഷ ചരിത്രഘട്ടമാണ് ആധുനികതയുടേത്. അതിനുള്ളിലുള്ള ഒരു യുദ്ധമായിരുന്നു വാസ്തവത്തിൽ ആധുനികതയ്ക്കുള്ളിലെ വിമർശന സ്ഥാനങ്ങളായിട്ട് ഉയർന്നു വന്ന പലരും നടത്തിയത്. മാർക്സിൻ്റെ മൂലധനം പൂർത്തിയാകുന്നതിന് മുമ്പുള്ളൊരു ഘട്ടത്തിൽ കൗതുകമുള്ളൊരു സന്ദർഭമുണ്ട്. മൂലധനം മാർക്സ് എഴുതി പൂർത്തിയാക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് ഏതാണ്ടൊരു 17 വർഷം കഴിഞ്ഞിട്ടാണ് മൂലധനത്തിൻ്റെ 1-ാം വോള്യം പൂർത്തിയായത്. 1848 യൂറോപ്പിലെ തൊഴിലാളി പ്രക്ഷോഭങ്ങൾ യൂറോപ്പിലെ വൻ വിപ്ലവമായി പരിണമിക്കും എന്ന പ്രതീക്ഷ അസ്തമിക്കുകയും യൂറോപ്പ് വലതുപക്ഷത്തിൻ്റെ പിടിയിൽ പെട്ടുപോവുകയും ചെയ്തൊരു സമയത്താണ് 18th ബ്രൂമയർ ഓഫ് ലൂയി ബോണപ്പാർട്ടൊക്കെ എഴുതിയതിന് ശേഷമാണ്
മുതലാളിത്ത സമ്പദ്ഘടനയെ ആഴത്തിൽ പഠിച്ച് അതിനെ തുറന്നു കാട്ടുന്ന ഒരു ഗ്രന്ഥം രചിക്കണം എന്ന് മാർക്സ് തീരുമാനിക്കുകയും അത് യൂറോപ്യൻ തൊഴിലാളി വർഗത്തിൻ്റെ അത്യുജ്വലമായൊരു സമരായുധമായി മാറണം എന്ന് പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ അദ്ദേഹം 1850-കളോടെ സാമ്പത്തിക പഠനത്തിലേക്ക് ആഴത്തിൽ ആണ്ടുമുഴുകുകയും വരും വർഷങ്ങളിൽ തന്നെ ആ ഗ്രന്ഥം പുറത്തിറക്കാം എന്ന് പ്രതീക്ഷിക്കുകയും പലരോടും പറയുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഒന്നാം വോള്യം പുറത്തു വന്നത് തന്നെ 1867-ലാണ്. അപ്പോൾ ദാ വരുന്നു എന്നിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം 1867 ഏതാണ്ട് ഒന്നാമത്തെ കരട് പൂർത്തിയായ സമയത്ത് മാർക്സ് എംഗൽസിനൊരു കത്തയക്കുന്നുണ്ട്. ഫ്രാൻസിസ് വീൻ ബയോഗ്രഫി ഓഫ് ക്യാപിറ്റൽ എന്ന ഗ്രന്ഥത്തിൽ അത് ഉദ്ധരിച്ച് ചേർക്കുന്നുണ്ട്. മാർക്സ് ആ കത്തിൽ എഴുതിയത്, അവസാനം കരട് പൂർത്തിയായി, നിങ്ങളത് വായിക്കണം. വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബെൽസാക്കിൻ്റെ ദ മാസ്റ്റർ പീസ് എന്ന് പേരായ ഒരു കഥയുണ്ട്, അത് വായിച്ചിട്ട് വേണം ഇത് വായിക്കാൻ. ഈ മാസ്റ്റർ പീസ് എന്നുള്ള കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിത്രകാരൻ്റെ കഥയാണ്. ഒരു ചിത്രകാരൻ തൻ്റെ മാസ്റ്റർ പീസ് രചിക്കുന്നു എന്ന് ലോകത്തോട് മുഴുവൻ പറയുകയും അയാളിങ്ങനെ അത് രചിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. അത് പൂർത്തിയാവുന്നില്ല. അവസാനം ഇത് പൂർത്തിയായതായിട്ട് അയാൾ ലോകത്തോട് ദീർഘകാലങ്ങൾക്ക് ശേഷം പറയുകയും അത് കാണാനായിട്ട് ആളുകളെയൊക്കെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ആളുകൾ വന്ന് ഇയാളുടെ മാസ്റ്റർ പീസ് കാണാൻ നോക്കുന്ന സമയത്ത് വാസ്തവത്തിൽ പരസ്പര ബന്ധമില്ലാതെ കോറിയിട്ട വരകൾ, ചായത്തേപ്പുകൾ, വളരെ അവ്യക്തവും വളരെ അമൂർത്തവുമായ രൂപവിന്യാസങ്ങൾ, ഇതെല്ലാം ചേർന്ന ഒരു ചിത്രമാണ് വാസ്തവത്തിൽ അവരുടെ മുമ്പിലുണ്ടായത്. ഇത്രയും കാലത്ത് ഇയാളുടെ പണിപ്പാടല്ലേ എന്നതുകൊണ്ട് ആരും ഒന്നും ആ ചിത്രകാരനോട് പറയുന്നില്ലെങ്കിലും വാസ്തവത്തിൽ ഇതെന്താണ് എന്നതിനെക്കുറിച്ച് അവർക്കെല്ലാം തന്നെ വലിയ ഇതിനു വേണ്ടിയാണോ ഇത്ര കാലം പണിപ്പെട്ടത് എന്ന് അവരാലോചിക്കുന്ന ഒരു കഥയാണ് ഈ ബെൽസാക്കിൻ്റെ മാസ്റ്റർ പീസ്. ഈ കഥ വായിച്ചിട്ട് വേണം തൻ്റെ മാസ്റ്റർ പീസ് വായിക്കാൻ എന്ന് എംഗൽസിനോട് മാർക്സ് പറയുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം വാസ്തവത്തിൽ ഈ ക്യാപിറ്റൽ പോലൊരു കൃതി, ഞാൻ നേരത്തെ പറഞ്ഞ ബർണലിൻ്റെ സയൻസ് ഇൻ ഹിസ്റ്ററി പോലെ ഒരു ടെക്സ്റ്റ്, ഇതൊക്കെ ചെയ്യാൻ ശ്രമിച്ച ഒരു കാര്യം ആധുനികത വിജ്ഞാനപരമായി ഉണ്ടാക്കിയെടുത്ത ഈ അതിർവരമ്പുകൾക്ക് കുറുകെ നീങ്ങാനും യാഥാർത്ഥ്യത്തെ അതിൻ്റെ മൂർത്തതയിൽ അഭിസംബോധന ചെയ്യാൻ കഴിയുമോ എന്നുമുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. ഇത് അതായത് ഒരു സാമ്പത്തിക ശാസ്ത്രപരമായൊരു സമ്പർക്കം, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഒരു സംജ്ഞാകോശം, അത് സമ്പദ് ശാസ്ത്രപരം മാത്രമാണോ? അലക്സ് കാൽനിക്കോസ് എന്ന മാർക്സിസ്റ്റ് ചിന്തകൻ മാർക്സിനെ കുറിച്ച് പറഞ്ഞ കൗതുകമുള്ളൊരു കാര്യം, മാർക്സ് ഇടപെടുന്നത് വരെ ലാഭം എന്നത് സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു നോർമൽ കാറ്റഗറി ആയിരുന്നു. മാർക്സ് അതിനെ ഒരു എത്തിക്കൽ ക്വസ്റ്റ്യനാക്കി എന്ന് പറയും. അതുവരെ സമ്പദ്ശാസ്ത്രത്തിലെ ഒരു സാമാന്യ സംജ്ഞയായിരുന്ന ഒന്നിനെ മാർക്സ് ഒരു നൈതിക പ്രശ്നമാക്കി. അതുവരെ ലാഭം സ്വാഭാവികമായിരുന്നു. കാൽനിക്കോസ് പറയുന്നത് മാർക്സ് ഉന്നയിച്ച ചോദ്യം ഈ ലാഭം ആരുടെ നഷ്ടമാണ് എന്ന ചോദ്യം ഉന്നയിച്ചതോടെ ലാഭം ഒരു സാമ്പത്തിക പ്രശ്നമല്ലാണ്ടായിത്തീരുകയും ലാഭം ഒരു നൈതിക പ്രശ്നമായിട്ട് മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ മുതലാളിത്ത ഉൽപ്പാദനം എന്ന് പറയുന്നതിൽ നിലീനമായിരിക്കുന്ന ഒന്നാണ് വാസ്തവത്തിൽ സ്വതന്ത്ര കർത്തൃത്വം എന്നത്, ഇൻഡിവിജ്വൽ സബ്ജക്റ്റിവിറ്റി എന്നത്. പക്ഷേ സബ്ജക്റ്റിവിറ്റി എന്ന പ്രശ്നത്തെ നമ്മൾ സാധാരണ നിലയിൽ അഭിമുഖീകരിക്കുക സാമ്പത്തിക ശാസ്ത്ര ക്ലാസ്സുകളിലല്ല, തത്വചിന്താ ക്ലാസ്സുകളിലാണ്. തത്വചിന്തയുടെ ഒരു പരിഗണനാ വിഷയമായിട്ടാണ് സബ്ജക്റ്റിവിറ്റി വരിക. പക്ഷേ ഒരു വ്യക്തിക്ക് തൻ്റെ അധ്വാനത്തിന് മുകളിൽ ഉടമാവകാശമുണ്ടെന്നും അങ്ങനെ ഓരോ മനുഷ്യരും അവരവരിൽ പൂർണ്ണരായ സ്വയം പര്യാപ്ത കർത്താക്കളാണ് എന്നും അവരുൾപ്പെട്ട സമൂഹവും അംഗീകരിക്കുന്നതോടെയാണ് വാസ്തവത്തിൽ
നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ അധ്വാനത്തെ ലേബർ എന്നതിനെ ലേബർ പവർ എന്ന നിലയിലേക്ക് അമൂർത്തമായ ഒരു അധ്വാന ശക്തിയാക്കി മാറ്റി കമ്പോളത്തിൽ അതിനെ വിലയ്ക്ക് വാങ്ങാൻ കഴിയുക. അതുകൊണ്ടൊരു സ്വകാര്യ കർത്തൃത്വം, വ്യക്തിഗതമായ സ്വകാര്യ കർത്തൃത്വം എന്നത് തത്വചിന്താപരമായ ഒരു പ്രശ്നമായിരിക്കെ തന്നെ മുതലാളിത്ത ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽ ഒന്നുമാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ എക്കണോമിക്സ് ഈ പ്രശ്നത്തിലേക്ക് വരില്ല. നമ്മുടെ തത്വചിന്ത മുതലാളിത്തത്തെക്കുറിച്ചും ആലോചിക്കില്ല. ഇങ്ങനെ വിഭജിതമായി നിൽക്കുന്ന ഒരു വിജ്ഞാന വ്യവസ്ഥാ സങ്കല്പം വാസ്തവത്തിൽ ആധുനികത ഉണ്ടാക്കിയെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വൈജ്ഞാനിക പ്രതിസന്ധിയാണ്. ഈ വൈജ്ഞാനിക പ്രതിസന്ധിക്കെതിരെയാണ് വാസ്തവത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ബെർണൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ നീങ്ങാൻ ശ്രമിച്ചത്. ഹിസ്റ്ററി ഓഫ് സയൻസ് അല്ല, സയൻസ് ഇൻ ഹിസ്റ്ററിയാണ് എന്ന് പറയുന്നത്. ഇത് കലയെ സംബന്ധിച്ചും ബാധകമായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനിവിടെ ഇങ്ങനെയൊരു ആശയം പറഞ്ഞു തുടങ്ങിയത് കലയിലെ ചരിത്രം, ചരിത്രത്തിലെ കല, ആർട്ട് ആൻഡ് ഹിസ്റ്ററി, ചരിത്രവും കലയും എന്ന രണ്ട് സംജ്ഞകളെ നമുക്ക് എങ്ങനെയാണ് കൂട്ടിയിണക്കാൻ കഴിയുക, എന്താണ് അവ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ, ഏത് തരം വിനിമയങ്ങളാണ് അവയ്ക്കിടയിലുള്ളത് എന്ന ആലോചനയ്ക്ക് ഈ ഒരു പരിഗണന വളരെ പ്രധാനമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ പരമ്പരാഗതമായൊരു ദീർഘകാലമായി നിലനിന്ന ഒരു രീതി എന്നത് കലയും ചരിത്രവും എന്ന നിലയിൽ രണ്ട് വ്യത്യസ്ത മണ്ഡലങ്ങളായിട്ട് ഇതിനെ കാണുകയും കല ഇപ്പുറത്തും സാമൂഹ്യ ചരിത്രം അപ്പുറത്തും അവ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ കലാചരിത്രം എന്ന നിലയിലും അവതരിപ്പിക്കുന്ന രീതിയാണ്. അത് കലയെ പ്രതിഫലനാത്മകമായി കാണുന്ന രീതിയുണ്ട്, പ്രതിനിധാനപരമായി കാണുന്ന രീതിയുണ്ട്. അങ്ങനെ പ്രതിഫലനത്തിൻ്റെയോ പ്രതിനിധാനത്തിൻ്റെയോ ഒക്കെ യുക്തികൾ കൊണ്ട് കലയും സാമൂഹ്യ ചരിത്രവും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കലാണ് ഒരു രീതി. അത് ആർട്ട് ആൻഡ് ഹിസ്റ്ററി എന്ന നിലയിൽ വരുന്നൊരു കാര്യമാണ്. കലയും ചരിത്രവും എന്ന് നിങ്ങൾ ഒരു സമുച്ചയ നിപാതം കൊണ്ട് അതിനെ ചേർത്ത് വയ്ക്കുമ്പോൾ രണ്ടും രണ്ട് കാര്യങ്ങളാണ് എന്ന് ഉറപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. കലയാൽ പ്രതിനിധാനം ചെയ്യപ്പെടാവുന്ന ഒന്നാണ് ചരിത്രമെന്നും കലയാൽ രേഖപ്പെടുത്തപ്പെടാവുന്ന ഒന്നാണ് ചരിത്രമെന്നും, അഥവാ കലയിൽ നിന്ന് ഭിന്നമായി നിൽക്കുന്ന ഒന്നാണ് ചരിത്രം എന്ന് ഈ സമുച്ചയ നിപാതം, അതിനിടയിലുള്ള ഈ ചേർത്തുവയ്ക്കൽ നമ്മോട് പറയുന്നുണ്ട്. കലയും ചരിത്രവും എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആധുനിക കാലത്ത് കലാചരിത്രം വികസിച്ചു വന്നത് തന്നെ ഏറിയ പങ്കും ഈ ഒരു വീക്ഷണത്തിനകത്താണ് എന്ന് പറയാം. ഇപ്പോൾ കലാചരിത്രം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? എന്തിനാണ് കലയുടെ ചരിത്രം ആധുനിക കാലത്ത് ആധുനികതയോടൊപ്പം ലോകമെമ്പാടും മിക്കവാറും എല്ലാ സമൂഹങ്ങളും വികസിപ്പിച്ചെടുത്തത് എന്നത് കലയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ സമൂഹ വിജ്ഞാനത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വാസ്തവത്തിൽ അതിന് പല ഉത്തരങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം നമ്മുടെ ദേശരാഷ്ട്രപരമായ ഒരു ഭൂതകാലത്തെ നിർമ്മിച്ചെടുക്കാനുള്ള, ഭാവന ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായി കല മാറിത്തീർന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഇന്ന് കാണുന്ന രാജ്യത്തെ, രാഷ്ട്രത്തിൻ്റെ അതിർത്തിയെ ഭൂതകാലത്തിൽ നിന്ന് ഇവിടേക്ക് വരെ ഒരു നൈരന്തര്യത്തോടെ ഉറപ്പിച്ചെടുക്കാൻ എന്ത് തെളിവാണുള്ളത്? വാസ്തവത്തിൽ അങ്ങനെ ഒരു തെളിവില്ലല്ലോ. ഈ രാജ്യമാണ് ഭൂതകാലത്ത് ഇതേ രാജ്യമായി നിലനിന്നത് എന്നത് വാസ്തവത്തിൽ നാം ഭൂതകാലത്തിലേക്ക് വർത്തമാനത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്നതാണ്. റൊമില ഥാപ്പർ ചരിത്രത്തെക്കുറിച്ച് പറയുന്ന രസമുള്ളൊരു ഒബ്സർവേഷൻ, ചരിത്രം എന്ന് പറയുന്നത് വർത്തമാനം ഭൂതകാലത്തിൽ സ്വന്തം മുഖം നോക്കി കാണുന്നതാണ് എന്നാണ്. നമ്മുടെ ഇച്ഛകൾ, നമ്മുടെ അഭിലാഷങ്ങൾ, നമ്മളായിരിക്കുന്ന ക്രമങ്ങൾ, ഇതൊക്കെ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, നമുക്കൊരഭിമാനം. അങ്ങനെ അവനവനെ ഭൂതകാലത്തിൽ കണ്ടെത്തി നമ്മുടെ നിലനിൽപ്പിനൊരു ആധികാരികതയും ആഴവും നൽകുക എന്നതാണ്
19-ാം നൂറ്റാണ്ടിൽ വികസിച്ചു വന്ന ആധുനിക ചരിത്ര വിജ്ഞാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താല്പര്യം. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ചരിത്രം നിങ്ങൾ നോക്കിയാൽ കൗതുകമുള്ളൊരു കാര്യം കാണാം. മധ്യകാല ഇന്ത്യയെ സംബന്ധിച്ച് വാസ്തവത്തിൽ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള ബന്ധത്തെക്കാൾ എത്രയോ വിപുലമാണ് ഉത്തരേന്ത്യയും ഒരു പേർഷ്യൻ മേഖലകളും തമ്മിലുള്ള, ഇറാൻ ഉൾപ്പെടെയുള്ള പേർഷ്യൻ മേഖലകളും തമ്മിലുള്ള ബന്ധം. ഒരു പേർഷ്യനേറ്റ് കൾച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, മഹാഭാരതത്തിന് ലോകത്ത് ആദ്യമായി സമ്പൂർണ്ണ പരിഭാഷ ഉണ്ടായത് പേർഷ്യൻ ഭാഷയിലാണ്, ഇന്ത്യൻ ഭാഷകളിലൊന്നുമല്ല. ഇന്ത്യയിലെ ഒരു പ്രാദേശിക ഭാഷയിലും മഹാഭാരതം സമ്പൂർണ്ണമായി വിവർത്തനം ചെയ്യപ്പെടുന്നതിന് മുമ്പ് പേർഷ്യൻ ഭാഷയിലുണ്ടായി. കാരണം ഉത്തരഭാരതത്തിൽ 17ഉം 18ഉം നൂറ്റാണ്ടുകളിലൊക്കെ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും എന്നോ ഇന്ത്യ എന്നോ ഒക്കെ സങ്കല്പിക്കുന്ന ഈ ഭൂപ്രദേശങ്ങൾ തമ്മിലുള്ളതിനേക്കാൾ എത്രയോ ഗാഢമായ ബന്ധം വാസ്തവത്തിൽ ഈ പേർഷ്യൻ പാരമ്പര്യവുമായിട്ട് ഉണ്ട് എന്നതാണ് വസ്തുത. പക്ഷേ ആധുനിക ദേശരാഷ്ട്രം വരുന്ന സമയത്ത് ദേശരാഷ്ട്രത്തെ പിന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക, അങ്ങനെ ദേശരാഷ്ട്രത്തിൻ്റെ ഒരു ആദിമ യുക്തിയെ, ദേശരാഷ്ട്രത്തിൻ്റെ ഒരു ആദിമ രൂപത്തെ പ്രാക്ചരിത്ര കാലം മുതൽ കണ്ടെടുത്ത് നമ്മുടെ കാലം വരെ കൊണ്ടുവരിക എന്ന് വരുമ്പോൾ ഇത്തരം ബന്ധങ്ങളൊക്കെ പതിയെ പതിയെ മാറ്റി നിർത്തപ്പെടും, അകറ്റി നിർത്തപ്പെടും. അങ്ങനെ ദേശരാഷ്ട്രപരമായ ഒരു ഭൂതം നിർമ്മിച്ചെടുക്കപ്പെടും. ഇങ്ങനെ ഒരു ഭൂതത്തെ നിർമ്മിച്ചെടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം, സാധാരണ രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഈ ദേശരാഷ്ട്രപരമായ ഒരു നാഷണൽ പാസ്റ്റിനെ ഉണ്ടാക്കുക. അതിലൊന്ന് ഭാഷയാണ്, മറ്റൊന്ന് വംശപരമ്പരകൾ, ഭരണവംശ പരമ്പരകളാണ്. ഇത് രണ്ടിലുമുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണപരമ്പരകൾക്ക് അങ്ങനെ ഒരു നൈരന്തര്യമൊന്നും ഉണ്ടായിന്ന് വരില്ല. ഭാഷയ്ക്കും പലപ്പോഴും അറിയപ്പെട്ട ചരിത്രത്തോളമൊന്നും പലപ്പോഴും ഭാഷയ്ക്കും പഴക്കമുണ്ടായി എന്ന് വരില്ല. അതായത് 3000 കൊല്ലം പഴക്കമുള്ള രാജ്യം എന്ന് പറയുമ്പോഴും ഭാഷയ്ക്ക് ചിലപ്പോൾ 1000 കൊല്ലത്തെ പഴക്കേ ഉണ്ടാവുള്ളൂ. അതിലെ ഭരണവംശാവലികളാകട്ടെ പലയിടങ്ങളിലും വിച്ഛേദങ്ങളും പിളർപ്പുകളും ഇടർച്ചകളും ഒക്കെ ഉള്ളതാണ്. പണ്ടത് പരിഹരിച്ച് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജാക്കന്മാരെ കണ്ടുകിട്ടിയില്ലെങ്കിൽ ആ കാലത്തെയാണ് ഇരുണ്ട കാലഘട്ടം എന്ന് പറയാം. അപ്പോൾ അത് നമ്മുടെ ചരിത്രത്തിലൊക്കെ പലപ്പോഴും കാണും, ഇരുണ്ട കാലം എന്ന് പറയുന്നത് രാജാവിനെ കാണാനില്ല എന്ന് അർത്ഥം. അപ്പോൾ ഇന്ത്യക്ക് തന്നെ ചരിത്രമില്ല എന്ന് അങ്ങനെ ആക്ഷേപിക്കപ്പെട്ടിരുന്നു. അപ്പോഴാണ് അന്ന് കൊസാംബി പറയുന്ന മനോഹരമായ വാക്യം വരുന്നുണ്ട്, ഭരിച്ചിരുന്ന രാജാവിൻ്റെ പേരെന്ത് എന്നതല്ല, മറിച്ച് ആ രാജാവിൻ്റെ കാലത്ത് കലപ്പ ഉപയോഗിച്ചിരുന്നോ എന്നതാണ് ചോദ്യമെങ്കിൽ ഇന്ത്യക്കും ചരിത്രമുണ്ട് എന്നത്. അത് ചരിത്രത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ മാറലാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും ഈ പ്രശ്നം വരും കേട്ടോ, ഈ വിച്ഛേദങ്ങൾ വരും. അപ്പോൾ ഈ നാഷണൽ ഹിസ്റ്ററി എന്നത് നേഷൻ സ്റ്റേറ്റിനെ ഉണ്ടാക്കിയെടുക്കാൻ വലിയ ആവശ്യമുള്ളൊരു കാര്യമാണ്. അവനവന് ഭൂതം വേണമല്ലോ, ആ ഭൂതത്തിൻ്റെ പുറത്തെ സ്വന്തം നിലക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ ഇന്ത്യ ചരിത്രം നോക്കിയാൽ രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഇമ്പീരിയലിസ്റ്റുകൾ ഇന്ത്യയുടെ ചരിത്രം എഴുതി തുടങ്ങിയ കാലം മുതൽ അവർ ഇന്ത്യക്കെതിരെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്ക് ചരിത്രമില്ല, ഹിസ്റ്റോറിക്കലാണ്, മിത്തിക്കലാണ് എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ നാഷണൽ ലീഡേഴ്സിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട പണി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അന്ന് അവരെക്കുറിച്ചുള്ളൊരു ഫലിതം 6 മാസം ജയിലിൽ കിടന്ന ഒരു പുസ്തകം ഉറപ്പാന്നാണ്. ഏതെങ്കിലും നിലക്കുള്ള ഒരു പുസ്തകം വരും, ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം വരും, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. കാരണം ചരിത്രം ഞങ്ങൾക്കും ഉണ്ടെന്ന് സ്ഥാപിച്ച് യൂറോപ്പിൻ്റെ ഒരു ചരിത്രപരമായ ഭൂതകാല ക്രമത്തെ ഇന്ത്യയിലും സ്ഥാപിച്ചെടുക്കുക എന്നത് ആധുനിക ചരിത്ര വിജ്ഞാനത്തിലെ പ്രധാനപ്പെട്ട ശ്രമങ്ങളിലൊന്നാണ്. ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയാം. അതിനോട് ഇടഞ്ഞ ഒറ്റ ആളെ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിലുള്ളൂ, അത് ഗാന്ധിയാണ്. ഗാന്ധി ഈ ചരിത്രം എന്ന സങ്കല്പത്തിനെതിരായിരുന്നു. ഒരുപക്ഷെ പിൽക്കാലത്ത് പോസ്റ്റ് കൊളോണിയലിസം മുമ്പോട്ട് വച്ച വലിയ വിമർശനം, അതിൻ്റെ പ്രാഗ്രൂപത്തിൽ ചരിത്രത്തെക്കുറിച്ച് ഗാന്ധി പറയുന്നുണ്ട്. ഗാന്ധി പറഞ്ഞൊരു വാക്യതാണ്, ചരിത്രമില്ല എന്നുള്ളത് ഇന്ത്യയുടെ ഒരു കുറവല്ല, ഇന്ത്യയുടെ ഒരു മികവാണ്. കാരണം ചരിത്രം എന്ന് പറയുന്നത് അധികാരത്തിൻ്റെയും ആണുങ്ങളുടെയും ലോകമാണ്. അതുകൊണ്ട് അതില്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് കാണണ്ട, ഒരു മികവായിട്ട് കണ്ടാൽ മതി എന്ന് ഗാന്ധി ആദ്യം പറയുന്നുണ്ട്. 1930കളിൽ തന്നെ അദ്ദേഹം അക്കാര്യം പറയുന്നുണ്ട്.
പക്ഷെ അങ്ങനെ അദ്ദേഹം പറഞ്ഞെങ്കിലും പൊതുവെ ആധുനിക ചരിത്രത്തിൻ്റെ ഒരു ഫ്രെയിമിലേക്ക് രാഷ്ട്രത്തെ ഒതുക്കിയെടുക്കുക എന്നുള്ളത് അന്നത്തെ പ്രധാനപ്പെട്ട താല്പര്യമായിരുന്നു. അപ്പോൾ ആ താല്പര്യത്തിലേക്ക് ഭാഷയുടെ ചരിത്രമായാലും, ഇന്ത്യയെ സംബന്ധിച്ച് ഭാഷയുടെ ചരിത്രമൊന്നും സാധ്യമല്ല. കാരണം എത്രമേൽ വൈവിധ്യപൂർണമായ ഭാഷകൾ തമ്മിലടഞ്ഞും കലർന്നുമൊക്കെ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഭാഷാപരമായ ഒരു ദേശീയത, ദേശരാഷ്ട്ര ഭാവന സാധ്യമല്ല. ഭരണപരമായിട്ടും സാധ്യമല്ല. ഇടയ്ക്ക് പിളർന്നും ഇടയ്ക്ക് പൊട്ടിത്തകർന്നും ഇടയ്ക്ക് വഴിമാറിയും ഒക്കെ വന്നു പോകുന്ന വംശപരമ്പരകളെ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഭാഷ കൊണ്ടോ പൊളിറ്റിക്കൽ ഹിസ്റ്ററി കൊണ്ടോ ഈ രാഷ്ട്രത്തിൻ്റെ ഭൂതകാലത്തെ നിർമ്മിച്ചെടുക്കുക വളരെ വളരെ പ്രയാസമായിരുന്നൊരു കാലത്താണ് വാസ്തവത്തിൽ കലയുടെ ചരിത്രം അതിന് വലിയൊരു പരിഹാരമായിട്ട് വന്നത്. ഞാനതിൻ്റെ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ കലയുടെ ചരിത്രം ഉണ്ടാക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു കലാവസ്തു നിലവിൽ വരുന്നത്, ഇപ്പം നമ്മൾ കേരളീയ ചിത്രകല എന്ന് പറയും. കേരളീയ ചിത്രകലയുടെ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ സാമാന്യേന പറഞ്ഞു തുടങ്ങുക എടക്കലിൽ നിന്നാണ്. എടക്കൽ ഗുഹാചിത്രങ്ങൾ എന്ന് പറയും, ധൂളി ചിത്രങ്ങൾ എന്ന് പറയും, മുഖത്തെഴുത്ത് എന്ന് പറയും, ചുമർ ചിത്രങ്ങൾ എന്ന് പറയും, പള്ളിച്ചുമരിലെ ചിത്രങ്ങൾ എന്ന് പറയും. പിന്നെ നമ്മൾ ആധുനികതയിലേക്ക് വന്ന് രവിവർമ്മ എന്ന് പറയും, KCS പണിക്കർ എന്ന് പറയും. അങ്ങനെ ഇത് വരും. നോക്കൂ, ഈ ചിത്രങ്ങളെ ഓരോന്നിനെയും നിങ്ങൾ അവയുടെ മൂർത്തമായൊരു പ്രകരണത്തിൽ പ്രതിഷ്ഠിച്ചാൽ എന്താണ് സംഭവിക്കുക? ഗുഹയിൽ കോറി വരയ്ക്കുന്ന വരകളുടെ പിന്നിലെ താല്പര്യം, അതിനെ ചിത്രമാക്കുന്ന താല്പര്യം, അതിൽ നിന്ന് എത്രയോ ഭിന്നമായൊരു താല്പര്യത്തിലാണ് മുഖത്തെഴുത്ത് നടക്കുക. അതിൽ നിന്ന് എത്രയോ ഭിന്നമാണ് ധൂളി ചിത്രം. അതല്ല ക്യാൻവാസിൽ വരയ്ക്കുന്ന ചിത്രം, അതല്ല ഇപ്പം നമ്മൾ കാണുന്ന ചിത്രം. ഇവയെല്ലാത്തിനെയും നമ്മൾ എങ്ങനെ ചിത്രമാക്കുന്നു? ചിത്രമെന്ന ഏകരൂപത്തിലേക്ക് ഇവയെ നാം എങ്ങനെ ചേർത്ത് വയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ ബർജർ അതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ബർജർ പറയുന്നത് വരകൾ, നിറങ്ങൾ, രൂപനിർമ്മാണം. വരയും നിറവും രൂപവും ഇതിൻ്റെ ഏതു തരത്തിലുള്ള കോമ്പിനേഷനെയും ചിത്രമായി സങ്കല്പിക്കുകയും വരയിലേക്കും നിറത്തിലേക്കും രൂപനിർമ്മാണത്തിലേക്കും അതിലേർപ്പെട്ടവരെ നയിച്ച പ്രേരണകളെ മുഴുവൻ ഒഴിച്ചു നിർത്തുകയും ചെയ്താലാണ് ചിത്രം ഉണ്ടാവുക. വ്യക്തമാണെന്ന് കരുതണം. വരയും നിറവും രൂപമാണ് ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടക്കൽ ഗുഹയിലും ചിത്രമാണ്, ഇപ്പോൾ കാണുന്നതും ചിത്രമാണ്. മറിച്ചൊരു വേട്ടയ്ക്ക് വേണ്ടിയുള്ള പ്രീ പ്ലാനിങ് ആയിട്ട് വരയ്ക്കുന്നൊരു ചിത്രവും ഒരാധുനിക ഗാലറിയിൽ ഒരാളുടെ സൗന്ദര്യാത്മകമായ ആസ്വാദനത്തിൻ്റെ വിഷയവസ്തുവാകാൻ വേണ്ടി വരയ്ക്കപ്പെടുന്ന ചിത്രവും തമ്മിൽ പ്രകരണപരമായും പ്രേരണാപരമായും പ്രവൃത്തിയുടെ തലത്തിലും അതിഭീമമായ അന്തരമുണ്ട്. ഈ അന്തരത്തെ തേച്ചുമാച്ച് കളയുക എന്നതാണ് വാസ്തവത്തിൽ കലാചരിത്രം ചെയ്ത ഒരു കാര്യം. പകരം കലയുടെ ഏകമാനമായൊരു ചരിത്രത്തിലേക്ക്, രൂപവിന്യാസത്തിൻ്റെ ചരിത്രത്തിലേക്ക്, അല്ലെങ്കിൽ വർണ്ണക്രമങ്ങളുടെ ചരിത്രത്തിലേക്ക്, അല്ലെങ്കിൽ അവയുടെ രേഖാസമ്പ്രദായത്തിൻ്റെ ചരിത്രത്തിലേക്ക്, അവ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളിലേക്ക് ചിത്രത്തെ ചേർത്തെടുക്കുക. ഇത് ചിത്രത്തിൽ മാത്രം സംഭവിച്ച കാര്യം ആണെന്നല്ല കേട്ടോ ഞാൻ പറയണത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഏത് വിജ്ഞാന മേഖലയിലും സംഭവിച്ച ഒരു കാര്യം ആ വിജ്ഞാന മേഖലയുടെ ആധാരങ്ങൾ എന്ന് കരുതപ്പെടുന്ന അടിസ്ഥാന ഘടകങ്ങളെ അതിൻ്റെ ഫണ്ടമെൻ്റൽസായി കരുതുകയും മറ്റെല്ലാറ്റിനെയും, അതായത് ഒരു കലാവസ്തുവിനെ ആ കലാവസ്തു എന്ന പദവിയിൽ നിന്ന് തള്ളി മാറ്റാൻ കഴിയുന്ന, അതിനെ മറ്റൊന്നുമായിട്ട് ചേർത്ത് വയ്ക്കാൻ പിന്നാലെ വരുന്നൊരു കലാവസ്തുവുമായി അതിനെ ചേർത്ത് വയ്ക്കുന്നതിൽ നിന്ന് തടയുന്ന ഘടകങ്ങളെ എലിമിനേറ്റ് ചെയ്യുക. ഗുഹാചിത്രത്തിൽ നിന്ന് വേട്ടയെ എലിമിനേറ്റ് ചെയ്യുക, ഗുഹാചിത്രത്തിൽ നിന്ന് മന്ത്രവാദത്തെ എലിമിനേറ്റ് ചെയ്യുക, ധൂളി ചിത്രത്തിൽ നിന്ന് അതിൻ്റെ മാന്ത്രികമോ അതിൻ്റെ മതാത്മകമോ ആയ ഘടകങ്ങളെ എലിമിനേറ്റ് ചെയ്യുക. എന്നിട്ട് നിറം, വര, രൂപം
എന്ന അടിസ്ഥാന തത്വങ്ങളിലേക്ക് ചിത്രത്തെ ചുരുക്കുക. അങ്ങനെ ചുരുക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രാചീനമായ ഒരു ഘട്ടം മുതൽ സമകാലം വരെ ചിത്രത്തിൻ്റെ ഒരു തുടർച്ച കിട്ടും. ആ തുടർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് നൈരന്തര്യമുള്ള ഒരു ഭൂതവും കണ്ടെടുക്കാൻ കഴിയും. വാസ്തവത്തിൽ ഇന്ത്യ ചരിത്രത്തിൽ ഇതിലെ ഏറ്റവും കൗതുകകരമായ ഈ പരീക്ഷണം നമ്മൾ കാണുന്നൊരു സന്ദർഭം ഇന്ത്യയിലെ നൃത്തത്തിൻ്റെ ചരിത്രം എഴുതിയ സന്ദർഭത്തിലാണ്. ചിലപ്പോഴെങ്കിലും നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ചരിത്രം നമ്മുടെ കപില വാത്സ്യായൻ എഴുതുന്നു. കപില വാത്സ്യായൻ എഴുതുന്ന ആ ഗ്രന്ഥത്തിൽ അവർ നമ്മുടെ ഹരപ്പയിലെ ഡാൻസിങ് ഗേൾ ഉണ്ടല്ലോ, ഹരപ്പയിൽ നിന്ന് ജോൺ മാർഷൽ കണ്ടെടുത്തൊരു ചെറിയ ശില്പമാണ്. ജോൺ മാർഷൽ ഇട്ട പേരാണ് കേട്ടോ ഈ ഡാൻസിങ് ഗേളിന്. ഈ ഡാൻസിങ് ഗേൾ അവരിങ്ങനെ ഏതാണ്ടൊരു നർത്തകിയുടെ രൂപമാണെന്ന് മൂപ്പർക്ക് തോന്നി എന്നേ ഉള്ളൂ. കപില വാത്സ്യായൻ പക്ഷെ അവിടെ കൊണ്ടൊന്നും നിർത്തില്ല. കപില വാത്സ്യായൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കപില വാത്സ്യായൻ്റെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ നൃത്തത്തിൻ്റെ ബേസിക് പോസ്ചർ എന്ന് പറയുന്നത്, അടിസ്ഥാന നില എന്ന് പറയുന്നതാണ് ത്രിഭംഗമാണ്. ത്രിഭംഗം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ശരീരത്തിൻ്റെ 3 ഒടിവുകളെ ശരീരഭാഷയാക്കി മാറ്റിയിട്ട് നൃത്തത്തിൻ്റെ ശരീരനില രൂപപ്പെടുത്തലാണ് ത്രിഭംഗം. ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തങ്ങളുടെയൊക്കെ ബേസിക് പോസ്ചർ ത്രിഭംഗമാണ് എന്ന് പറയുകയും ഈ ഡാൻസിങ് ഗേൾ ത്രിഭംഗമാണ് എന്ന് വാദിക്കുകയും ചെയ്തു. ഡാൻസിങ് ഗേൾ ത്രിഭംഗാണെന്ന് വാദിച്ചാലുള്ള മെച്ചം എന്താണെന്നറിയോ? നിങ്ങൾക്കറിയാവുന്ന ഇപ്പോൾ കപില വാത്സ്യായൻ 7 ഫോംസിനെയാണ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസായിട്ട് കാണുന്നത്. ഭരതനാട്യമുണ്ട്, മോഹിനിയാട്ടം അവരെടുത്തിട്ടില്ല. ഭരതനാട്യമുണ്ട്, കഥകളിയുണ്ട്, മണിപ്പുരിയുണ്ട്, ഒഡീസി ഉണ്ട്, കഥക്കുണ്ട്, പിന്നെ മറ്റേ ചൗനാടകത്തെ അവരെടുത്തിട്ടില്ല. അങ്ങനെ 4, 5, 6 ഫോംസിനെയാണ് എടുക്കുന്നത്. അതാണ് ഇന്ത്യൻ ക്ലാസിക്കൽ ഫോംസ് എന്നായിട്ട് അവർ കാണുന്നത്. ഇതിൻ്റെ എല്ലാം ബേസിക് പോസ്ചർ ത്രിഭംഗമാണ് എന്ന് പറയുകയും ഈ ത്രിഭംഗം പക്ഷേ ഹരപ്പയിലുണ്ട് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പറയുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോംസിനൊന്നും വാസ്തവത്തിൽ 500 കൊല്ലം പഴക്കമില്ല. കഥകളി അടക്കമുള്ള ഒരു ഫോമിനും 500 കൊല്ലത്തിനേത്. ഇപ്പോൾ ഭരതനാട്യത്തെ പുറകോട്ട് പിടിച്ച് സതിരാട്ടാക്കിയാലും അതും ഒരു 16-ാം നൂറ്റാണ്ട് മുതലൊക്കെയാണ് അത് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ത്രിഭംഗമാണ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒറ്റയടിക്ക് BC 2500-ലെത്തും. ഒറ്റയടിക്ക് BC 2500-ലെത്തും. അതായത് 500 കൊല്ലത്തെ ചരിത്രം 4500 കൊല്ലത്തെ ചരിത്രമാവും. അതോടെ നിങ്ങൾക്ക് ഇടമുറിയാത്തൊരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയെ നിങ്ങൾക്ക് ഭരണകൂടത്തിൽ കാണാനില്ല, ഭാഷയിൽ കാണാനില്ല, ജീവിതാവിഷ്കാരങ്ങളിൽ കാണാനില്ല. പക്ഷെ നോക്കൂ, കലയിൽ കാണാം. ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കലാരൂപങ്ങളെ സത്താവൽക്കരിച്ച് എസൻഷ്യലൈസ് ചെയ്ത് അവയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞുറപ്പിച്ച് ആ ഘടകങ്ങളെ മാത്രം മുൻനിർത്തി കലാവസ്തുവിനെ വിശദീകരിക്കുകയും വാസ്തവത്തിൽ ആ കലാവസ്തുവിൻ്റെ മൂർത്തമായ പ്രകരണത്തെ സാധ്യമാക്കിയ പ്രഭവങ്ങൾ, പ്രേരണകൾ, ഇതിനെയെല്ലാം എലിമിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടാണ് വാസ്തവത്തിൽ കലയുടെ ചരിത്രം എന്നത് 19-20 നൂറ്റാണ്ടുകളിൽ ലോകമെമ്പാടും വികസിച്ചു വന്നത്. അത് നാഷണൽ ഹിസ്റ്ററിയുടെ ഒരു വലിയ സപ്പോർട്ടിംഗ് മെക്കാനിസം എന്ന നിലയിൽ, ദേശീയ ചരിത്രത്തിൻ്റെ ഒരു വലിയ പിന്തുണ രീതി എന്ന നിലയിലാണ് വാസ്തവത്തിൽ കലാചരിത്രം വികസിച്ചു വരുന്നത്. അത് കലയുടെ ചരിത്രം എന്നതോടൊപ്പം കലാവസ്തുക്കളുടെ തമസ്കരണത്തിൻ്റെ ചരിത്രം കൂടിയാണ് എന്ന് ബർജർ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം ഒരു കലാവസ്തുവിനെ മൂർത്തമായി അതാക്കി തീർക്കുന്ന പല ഘടകങ്ങളെയും എലിമിനേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്കിതിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുക. അങ്ങനെ വരുമ്പോൾ എടക്കലിൽ നിന്ന് നിങ്ങളുടെ കാലത്തേക്ക് വരെ ഒരു തുടർച്ച കണ്ടെത്തുകയും ആ കണ്ടെത്തലിലൂടെ കേരളീയ ചിത്രകല 8000 കൊല്ലം മുമ്പ് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എന്ത് വലിയൊരു അഭിമാനത്തിൻ്റെ ഉടമകളായിട്ട് പെട്ടെന്ന്, പണ്ട് കൊസാമ്പി പറയുന്നുണ്ട്, ഗണിതത്തിൽ നിന്ന് നാണയവിജ്ഞാനം പഠിച്ച് ഇരിക്കക്കുത്തനെ ചരിത്രത്തിലേക്ക് വീണുപോയ ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത് പോലെ ഇരിക്കക്കുത്തനെ 5000 കൊല്ലം താഴോട്ടാണ് വീഴുന്നത് എന്നത് ഇങ്ങനെ ദേശീയതയുടെ രാഷ്ട്രീയ അജണ്ടയോട് ബന്ധപ്പെട്ടാണ് കലയുടെ ചരിത്രം വികസിച്ചു വന്നത് എന്ന കാര്യം വാസ്തവത്തിൽ ആ ഡിസിപ്ലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പം ഇന്ത്യയിൽ കലാചരിത്രം എന്ന് പറയുന്നതിൽ ഉടനീളം ഇപ്പോൾ ജെഫ്രി ആർച്ചർ ആർട്ട് ആൻഡ് എംപയർ എന്ന പേരിൽ എഴുതിയ ഇന്ത്യയുടെ ബ്രിട്ടീഷ്
കാലവുമായി ബന്ധപ്പെട്ട് എഴുതിയ ഇന്ത്യയുടെ കലാചരിത്രത്തെക്കുറിച്ചുള്ളതിൽ അദ്ദേഹം 4 ഘട്ടങ്ങൾ ഇന്ത്യയുടെ കലാചരിത്രത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിൻ്റെ സാധൂകരണത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട കല, ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിന് എതിരായ ഒരു അവബോധ രൂപീകരണത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട കല, പോസ്റ്റ് കൊളോണിയൽ എന്ന് വിളിക്കാവുന്ന കോളനി അനന്തര ഘട്ടത്തിൽ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ദേശീയ സ്വത്വം എന്ന നിലയിൽ പുതിയ ഒന്നിനെ ഭാവന ചെയ്യുന്ന നിലയിൽ രൂപപ്പെട്ടു വന്ന കല, 90-കൾക്ക് ശേഷമുള്ള സമകാലിക കല എന്നിങ്ങനെ അദ്ദേഹം ഇന്ത്യൻ കലയുടെ, ആധുനിക കലയുടെ ചരിത്രത്തെ വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ ഈ ആദ്യഘട്ടവുമായി ബന്ധപ്പെടുത്തിയ ഒരു ഉദാഹരണം ഞാനിപ്പോൾ പറയാം. ഇപ്പോൾ കലയും ചരിത്രവും എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ചരിത്രം കലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതുപോലെ കല ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നു, ആഴത്തിൽ പ്രവർത്തിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ സാമൂഹ്യ ചരിത്രകാരന്മാരോ നമ്മുടെ ഭരണകൂടമോ ഒന്നും കലയുടെ നിർമ്മാണശേഷി എന്നതിനെ ആ നിലയിൽ പരിഗണിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പ്രതിഫലന പ്രതിനിധാന യുക്തിയിലാണ് കല പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ, ലോകത്തെ തന്നെ പ്രധാന കലാനിരൂപകന്മാരിൽ ഒരാളായിട്ടുള്ള, കലാചരിത്രകാരന്മാരിൽ ഒരാളായിട്ടുള്ള പാർത്ഥാമിറ്റർ, അദ്ദേഹം 1970-കളുടെ തുടക്കത്തിൽ ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് രസമുള്ളതാണ്, മച്ച് മലൈൻഡ് മോൺസ്റ്റേഴ്സ് എന്ന പേരിലാണ്. അതിദൂഷിത രാക്ഷസർ എന്ന് വേണമെങ്കിൽ പറയാം. മോൺസ്റ്റേഴ്സ്, അതിദൂഷണം ചെയ്യപ്പെട്ട രാക്ഷസ പ്രകൃതികൾ എന്ന് പറയാവുന്ന അത്. ആ പഠനത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ കമ്പനി ചിത്രകാരന്മാരെന്ന പേരിൽ ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് ചിത്രകാരന്മാർ ഇന്ത്യയിലെ ദേവതാരൂപങ്ങളെ വരച്ചത് എന്നതാണ്. ഇന്ത്യയിലെ ദേവതാരൂപങ്ങളെ വരച്ചത് നോക്കിയാൽ വാസ്തവത്തിൽ ഇന്ത്യൻ ദേവതാരൂപങ്ങളെ ഉടനീളം വാസ്തവത്തിൽ വളരെ വികൃതമായ, ഏതാണ്ട് പിശാചഭാവം നിറഞ്ഞ, കൂർത്തമൂർത്ത ശരീരഘടനയും വൈകൃതം നിറഞ്ഞ മുഖഭാവങ്ങളും ഒക്കെയായി യൂറോപ്യൻ ആധുനികതയുടെയും മാനവികതയുടെയും മറുപുറം എന്ന് ഇന്ത്യയെ സ്ഥാപിക്കാൻ എല്ലാ നിലയ്ക്കും യോഗ്യമായ ചിത്രങ്ങളാണ് ദേവതാ ചിത്രണങ്ങളായിട്ട് യൂറോപ്പിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായ ഉള്ളടക്കം എന്ത് എന്ന കാര്യം അദ്ദേഹം അക്കാലത്ത് ആ പഠനത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സയ്യിദ് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പൗരസ്ത്യവാദം എന്ന് പറയുന്നത് കിഴക്കിനെ അപരവൽക്കരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് വിശദീകരിക്കുന്നതിനും ഏതാണ്ട് 3-4 വർഷം മുമ്പ് തന്നെ ഈ പാർത്ഥാമിറ്ററുടെ ഈ പുസ്തകം വരുന്നുണ്ട്. നിർഭാഗ്യവശാൽ അത് ചിത്രകലയെ മാത്രം കേന്ദ്രീകരിച്ചുള്ളൊരു പുസ്തകമായതുകൊണ്ട് സയ്യിദിൻ്റെ പുസ്തകത്തിന് കിട്ടിയ ഒരു പരിഗണന അതിന് കിട്ടിയില്ല. പക്ഷേ ആ കോർ ആർഗ്യുമെൻ്റ് വാസ്തവത്തിൽ തെളിവ് സഹിതം ഈ പാർത്ഥാമിറ്റർ പറയുന്നുണ്ട്. ഈ ചിത്രങ്ങൾ ചെയ്ത ഒരു കാര്യം യൂറോപ്പിൻ്റെ ആധുനികവും മാനവികവും യുക്തിസഹവും ആയ ഒരു ജീവിതക്രമത്തിൻ്റെ വിപരീതത്തിൽ പ്രാകൃതവും മതാന്ധവും അന്ധവിശ്വാസപരവും പിശാചരൂപങ്ങൾ നിറഞ്ഞതുമായ ഒന്നായിട്ടാണ് ഈ ഇന്ത്യയിലെ ദേവതാരൂപങ്ങൾ നിൽക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ പരിണാമത്തിൻ്റെ പടവിൽ അത് പിന്നലയിലാണ് എന്ന യൂറോപ്യൻ ജ്ഞാനോദയത്തിൻ്റെ യുക്തിയുടെ ചിത്രപരമായൊരു സാക്ഷാത്കാരമാണ് എന്നുമാണ്. ജ്ഞാനോദയത്തിൻ്റെ ആശയാവലികൾ വളരെ വിപുലമായിരുന്നു എന്ന് നമുക്കറിയാം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നെല്ലാം ജ്ഞാനോദയത്തിന് പിന്നാലെ മുദ്രാവാക്യങ്ങൾ ഉയർന്നു വന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ഉയർന്നു വന്നു. മനുഷ്യവംശം, സാർവദേശീയത എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇതിൻ്റെ ആഭ്യന്തര വൈരുദ്ധ്യം ഇപ്പോൾ നമുക്ക് നന്നായിട്ടറിയാമല്ലോ. ഇപ്പോൾ ഹെഗൽ കരുതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേവല ചൈതന്യത്തിൻ്റെ കാലത്തിലൂടെയുള്ള ഇതൾ വിരിയലാണല്ലോ ചരിത്രം. ആ കാലത്തിലൂടെ കേവല ചൈതന്യം ഇതൾ വിരിഞ്ഞ് തുടങ്ങുന്ന പ്രക്രിയ അതിൻ്റെ പ്രാരംഭദശയിൽ സ്തംഭിച്ചുപോയ ഒന്നാണ് ഇന്ത്യയും ചൈനയും എന്നാണ് അദ്ദേഹം കരുതിയത്. ആ പ്രക്രിയ ആരംഭിക്കുക പോലും ചെയ്തിട്ടില്ലാത്തൊരിടായിട്ടാണ് ആഫ്രിക്ക അദ്ദേഹം കണ്ടത്. ആ പ്രക്രിയ പൂർത്തിയായൊരു സ്ഥലമുണ്ട് കേട്ടോ, അത് മൂപ്പരുടെ പഞ്ചായത്താണ്, പ്രഷ്യ. പ്രഷ്യയിൽ ഇത് പൂർത്തിയായി എന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്.
വാട്ട് ഈസ് എൻലൈറ്റൻമെൻറ്റ് എഴുതുന്നത് ഇമ്മാനുവൽ കാന്റാണ്. മനുഷ്യർ തങ്ങളുടെ യുക്തിബോധത്തെ നിരങ്കുശമായി നിരുപാധികമായി ആവിഷ്കരിക്കുന്നതാണ് ജ്ഞാനോദയമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ആ കാന്റ് തന്നെ ആഫ്രിക്കക്കാരൻ മനുഷ്യരല്ല എന്നും കരുതിയിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോബ്ലം നമ്മുടെ കലയിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ആദ്യം വിശദീകരിച്ച ഒരാളായിരുന്നു പർത്ഹാമിറ്റർ. ആ പർത്ഹാമിറ്ററുടെ ആ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ജെഫ്രി ആർച്ചർ സൂചിപ്പിക്കുന്ന സാമ്രാജ്യത്വ കല എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ പലപ്പോഴും സാമ്രാജ്യത്വ കല എന്ന് പറയുന്നത് കമ്പനി സ്കൂൾ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ ഇങ്ങനെ റിയലിസ്റ്റിക്കായി റെപ്രസെൻ്റ് ചെയ്തതും അതിൻ്റെ പകർപ്പുമാണ് എന്ന് കരുതി പോരാറുണ്ടല്ലോ. അതിനപ്പുറം എങ്ങനെയാണ് ഒരു അപരനിർമ്മാണത്തിൻ്റെ ഉപാധിയായി ഇത് മാറിത്തീർന്നത് എന്ന നിലയിൽ അതിനെക്കുറിച്ചുള്ള ഗൗരവമുള്ള ആലോചന നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ചിത്രങ്ങൾ, അതുണ്ടാക്കുന്ന ദൃശ്യ ബോധം, അതിലൂടെ മനുഷ്യർക്ക് തങ്ങളെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും കൈവരുന്ന സാമൂഹിക ധാരണ, അത് വളരെ ആഴമുള്ളൊരു രാഷ്ട്രീയ ദൗത്യത്തിൻ്റെ നിർവഹണം കൂടിയാണ് എന്ന കാര്യമാണ് പർത്ഹാമിറ്റർ അതിൽ പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് കലാചരിത്രം എന്ന് പറയുന്നത്, കലയെന്ന് പറയുന്നത് തന്നെ, കലാചരിത്രവും കലയും തന്നെ ഒരു മൂർത്ത സന്ദർഭത്തിൽ ജീവിതത്തിൽ മനുഷ്യർ നടത്തുന്ന ഒരു ഇടപെടലാണ്. ആ മൂർത്ത സന്ദർഭത്തെ നമ്മൾ കലയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കല ഒരു ധ്യാനാത്മക വസ്തുവായി തീരുകയും ആ ധ്യാനാത്മക വസ്തുവിനെ ഒരു കണ്ടംപ്ലേറ്റീവ് ഒബ്ജക്റ്റ് എന്ന നിലയിൽ അത് മാറിത്തീരുകയും അതിനെ അതിൻ്റെ ആഭ്യന്തര യുക്തികൾ കൊണ്ട് വിശദീകരിക്കാം എന്ന് വരികയും ചെയ്യുന്നു. ഞാനിത് തെറ്റാണെന്നൊന്നും പറയല്ല കേട്ടോ, അങ്ങനെ ചെയ്യുന്നതൊരു കുറ്റകൃത്യമായിട്ടൊന്നും ഞാൻ പറയുകയല്ല. ആധുനികതയുടെ അത്തരം ആലോചനകൾ ഓരോ വിഷയത്തിനും വളരെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ധാരാളം ഉൾക്കാഴ്ചകൾ തന്നിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വിഷയവസ്തു രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ അതിനെ മാത്രം നോക്കിയാൽ പോരെ. മാർക്സ് രസമുള്ളൊരു നിരീക്ഷണം പറയുന്നുണ്ട്. മാർക്സ് പറയുന്നത്, ഒരാളെന്താണെന്ന് മനസ്സിലാക്കാൻ അയാളെക്കുറിച്ച് എന്ത് കരുതുന്നു എന്ന് മാത്രം ധരിച്ചാൽ പോരാ എന്നതുപോലെ ഒരു കാലത്തെ മനസ്സിലാക്കാൻ ആ കാലം അതിനെക്കുറിച്ച് എന്ത് കരുതുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരാ. അതുകൊണ്ട് ഒരു കലാവസ്തുവിൻ്റെ നിർമ്മാണ ചരിത്രത്തെ കലയുടെ ഉള്ളിലുള്ള ഘടകങ്ങളെ മുൻനിർത്തി ആലോചിക്കുക എന്നത് തന്നെ വാസ്തവത്തിൽ കലാവസ്തുവും ചരിത്രവും തമ്മിലുള്ള സങ്കീർണമായ കുഴമറച്ചിലുകളെ ഒട്ടൊക്കെ മറച്ചു പിടിക്കുക കൂടി ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. ഞാൻ ബർജറുടെ ഒരു ഇൻ്റർവ്യൂവിൽ ബർജർ രസമുള്ളൊരു നിരീക്ഷണം നടത്തുന്നുണ്ട്. ബർജർ നിങ്ങൾക്കറിയാമല്ലോ, ഈ വളരെ എന്താ പറയുക, സുഭാഷിത ഭാഷയിലാണല്ലോ എഴുതുക, വിടർത്തി പരത്തിയൊന്നും എഴുതില്ല. ഞാനെപ്പോഴും പറയും, മൂപ്പരുടെ ഒരു വരിയുണ്ടെങ്കിൽ നമ്മളൊരു ലേഖനം എഴുതും, അമ്മാതിരിയാണ്. ഇപ്പോൾ ലോറ മൾവി ഫീമെയിൽ ഗെയ്സ് മെയിൽ ഗെയ്സ് എന്നൊക്കെ എഴുതുന്നതിന് 6-7 കൊല്ലം മുമ്പ് അദ്ദേഹം ഒരു വരി എഴുതിയിട്ടുണ്ട്, മെൻ ലുക്ക് വിമൻ അപ്പിയർ. ഇത്രേ ഉള്ളൂ കേട്ടോ. പക്ഷേ അതിൽ ഈ വാദം അടങ്ങിയിട്ടുണ്ട്, മെൻ ലുക്ക് വിമൻ അപ്പിയർ. ആണുങ്ങൾ നോക്കുന്നു, സ്ത്രീ ഒരു നോട്ട വിഷയമായിത്തീരുന്നു, കാഴ്ച വസ്തുവായിത്തീരുന്നു. അപ്പം ഇങ്ങനെയുള്ള ധാരാളം നിരീക്ഷണങ്ങൾ ചതറിപ്പരന്നിങ്ങനെ കിടക്കുന്നുണ്ടാവും. കവിതയെക്കുറിച്ച് ബർജറുടെ ഗംഭീരമായൊരു ഒബ്സർവേഷൻ ഉണ്ട്. ബർജറോട് പറയുന്നുണ്ട്, എന്തിനാണ് മനുഷ്യർക്ക് കവിത? അവർ ഓഫ് പോയട്രി, ചെറിയൊരു ലേഖനം, 2 പേജേ ഉള്ളൂ. അതിൽ മൂപ്പർ പറയണത്, എല്ലാ അനുഭവങ്ങൾക്കും പേരുണ്ടെങ്കിൽ കവിത ആവശ്യമില്ലായിരുന്നു. എല്ലാ അനുഭവങ്ങൾക്കും പേരുണ്ടെങ്കിൽ കവിത ആവശ്യമില്ല. നോക്കൂ, നമുക്ക് അനുഭവങ്ങളുടെ, ഇപ്പം നിങ്ങൾക്ക് 10 സുഹൃത്തുക്കളുണ്ടെങ്കിൽ അത്രയ്ക്ക് ഉണ്ടാവുമല്ലോ. 10 സുഹൃത്തുക്കളുണ്ടെങ്കിൽ 10 തരം സൗഹൃദങ്ങളുണ്ട്. പക്ഷെ എല്ലാറ്റിനെയും വിളിക്കാൻ സൗഹൃദം എന്നൊരു പേരേ ഉള്ളൂ. അപ്പോൾ ഈ സൗഹൃദം എന്ന വാക്കിനുള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു ബന്ധത്തിൻ്റെ അനന്യതയെ വാക്കുകൊണ്ട് തന്നെ തിരിച്ചു പിടിക്കുന്ന പണിയാണ് കവിത. വാക്ക് മറച്ചു വയ്ക്കുന്ന യാഥാർത്ഥ്യത്തെ വാക്കുകൊണ്ട് തന്നെ തിരിച്ചു പിടിക്കലാണ് കല ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നാലെ വരാം. കലയുടെ ചരിത്രപരമായ ഒരു അഗാധത എന്ന് പറയുന്നത് സാമൂഹ്യ വിജ്ഞാനം ചരിത്രം എന്ന നിലയിൽ നാം പുറത്ത് കാണുന്ന ഒന്നിനെ പകർത്തി കാണിക്കുന്നു എന്നോ അതിൻ്റെ സൂചനകൾ തരുന്നു എന്നതോ അല്ല. അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയല്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.
പക്ഷെ കല ആഴത്തിൽ ചരിത്രപരമായിരിക്കുന്നത് ഈ സാമൂഹ്യ വിജ്ഞാനത്തിൻ്റെയും ചരിത്രജ്ഞാനത്തിൻ്റെയും ക്രമങ്ങളിൽ സംഗ്രഹിക്കപ്പെട്ട ചരിത്ര യാഥാർത്ഥ്യത്തെ കല കൊണ്ട് അടയാളപ്പെടുത്തുന്നത് വഴിയല്ല, മറിച്ച് അവിടെ തെളിയാത്ത ഇരുട്ടുകൾ, വിച്ഛേദങ്ങൾ, ഭിന്നതകൾ, വൈരുദ്ധ്യങ്ങൾ ഇതിലേക്ക് ഒരു വഴി തുറന്നു തരുന്നത് വഴിയാണ്. വാസ്തവത്തിൽ നോക്കൂ, രണ്ട് സംഭവങ്ങളെ ചരിത്രപരമായി നമ്മൾ എങ്ങനെയാണ് കൂട്ടിയിണക്കുക? രണ്ട് സംഭവങ്ങളെ ചരിത്രപരമായി കൂട്ടിയിണക്കുക. എ എന്ന ഇവൻറ്റും ബി എന്ന ഇവൻറ്റും തമ്മിൽ ചേർത്തിട്ട് നമ്മൾ എയുടെ എക്സ്റ്റൻഷനാണ്, തുടർച്ചയാണ് ബി എന്ന് പറയുന്നു. ഇതാണല്ലോ സാമാന്യ നിലയിൽ ചരിത്രം എന്ന് പറയുന്നത്. ചരിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രാഥമികമായൊരു വിവരണം എന്താണെന്ന് വെച്ചാൽ ഭൂതകാല സംഭവങ്ങളെ കാലക്രമത്തിലും കാര്യകാരണ ബന്ധത്തിലും അവതരിപ്പിക്കലാണ് ചരിത്രം. ഈ രണ്ട് ഘടകങ്ങൾ വേണം. ഭൂതകാല സംഭവങ്ങളാണ്, കാലക്രമത്തിൽ അവതരിപ്പിക്കണം. മുത്തശ്ശിക്കഥ പോലെ പണ്ട് എന്ന് പറഞ്ഞാൽ ചരിത്രമാവില്ല. 50 കൊല്ലം മുമ്പ്, 500 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 1000 കൊല്ലം മുമ്പ് എന്നിങ്ങനെ സുനിശ്ചിതമായൊരു കാലം വേണം. ആ കാലത്തിൽ സംഭവങ്ങളെ വിന്യസിക്കണം. വെറുതെ വിന്യസിച്ചാൽ പോരാ, അവ തമ്മിൽ കാര്യകാരണ ബന്ധത്തിലുള്ള ഒരു തുടർച്ച സ്ഥാപിച്ചെടുക്കുകയും വേണം. ഇതാണ് പൊതുവെ ഹിസ്റ്റോറിക്കൽ നെറേറ്റീവുകളെല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നോക്കൂ, എ എന്ന ഇവൻറ്റും ബി എന്ന ഇവൻറ്റും തമ്മിൽ നമ്മളൊരു ബന്ധം കണ്ടെത്തുന്നു. അങ്ങനെ അത് തമ്മിലൊരു തുടർച്ച കണ്ടെത്തുന്നു. സംഭവിക്കുന്നത് എന്താണ്? വാസ്തവത്തിൽ എ എന്ന ഇവൻറ്റിലും ബി എന്ന ഇവൻറ്റിലും പൊതുവായിട്ടുള്ളത് എന്താണോ അവയെ നമ്മൾ ചേർത്ത് വയ്ക്കുന്നു. ഇപ്പോൾ 10 ഘടകങ്ങൾ ചേർന്നതാണ് എ എന്ന ഇവൻറ്റ്, 10 ഘടകങ്ങൾ ചേർന്നതാണ് ബി എന്ന ഇവൻറ്റ് എങ്കിൽ ഇവ തമ്മിൽ പൊതുവായിട്ടുള്ളത് 5-6 ഘടകങ്ങളായിരിക്കും. വ്യത്യസ്തമായത് 4-5 ഘടകങ്ങളുണ്ടാവും. ഇതിൽ പൊതുവായതിനെ ചേർത്ത് വച്ച് ഈ പൊതുത്വത്തെ, പൊതുവായ ഘടകങ്ങളുടെ ഒരു തുടർച്ചയെ ആശയപരമായി സ്ഥാപിച്ചെടുക്കുകയും വ്യത്യസ്തതകളെ വിട്ടുകളയുകയാണ് ചെയ്യുന്നത്. വ്യത്യസ്തതകളെ കൂടി പരിഗണിച്ചാൽ പിന്നെ എയുടെ തുടർച്ചയാണ് ബി എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് അതുകൊണ്ട് വ്യത്യാസങ്ങളെ വിട്ടുകളയുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുഹാചിത്രത്തിലെ വേട്ടയെ വിട്ടുകളയുക, വരയെടുക്കുക. ഗുഹാചിത്രത്തിലെ രൂപത്തെ എടുക്കുക, മന്ത്രവാദത്തെ വിട്ടുകളയുക. രവിവർമ്മയിലെയും രൂപത്തെ എടുക്കുക, രവിവർമ്മയുടെ മറ്റു താല്പര്യങ്ങളെ വിട്ടുകളയുക. എന്നിട്ട് ചേർത്ത് വയ്ക്കുക കേരളീയ കല. ഇങ്ങനെ വാസ്തവത്തിൽ നമ്മൾ ചരിത്രമെന്ന് പറയുന്ന ജ്ഞാനമേഖലയ്ക്കുള്ളിൽ തന്നെ 2 തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. ഒന്ന്, ഭൂതകാലത്തെ അത് തെരഞ്ഞെടുക്കുന്നു. 2, തെരഞ്ഞെടുത്ത സംഭവങ്ങളെ കൂട്ടിയിണക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവങ്ങളെ സത്താപരമായ ഒരു ബന്ധത്തിലേക്ക് സന്നിവേശിപ്പിക്കും. അതുകൊണ്ട് ഏത് ചരിത്ര വിനിയോഗത്തിനകത്തും തെളിഞ്ഞ ബന്ധങ്ങൾ എന്നതുപോലെ മറഞ്ഞ ഘടകങ്ങളുണ്ട്. ചരിത്രം നോക്കൂ, യാഥാർത്ഥ്യത്തെ തെളിയിച്ചു തരിക മാത്രമല്ല, തെളിയിച്ചു തരുന്നത് പോലെ മറച്ചു കളയുകയും ചെയ്യും. ഈ മറഞ്ഞുപോയ ഘടകമുണ്ടല്ലോ, ആ ഘടകത്തെ കാണുന്ന കണ്ണാണ് കല. വാസ്തവത്തിൽ കല ആഴത്തിൽ ചരിത്രപരമായിരിക്കുന്നത് ഹിസ്റ്റോറിക്കൽ നോളജിൻ്റെ റെപ്രസെൻറ്റേഷൻ വഴിയല്ല. ഹിസ്റ്റോറിക്കൽ നോളജ് സപ്രസ് ചെയ്ത അതിലെ ഇടർച്ചകളെ, ഇരുട്ടുകളെ, പിളർപ്പുകളെ, അതിലെ വൈരുദ്ധ്യങ്ങളെ നോക്കിക്കാണാൻ പരിശീലിപ്പിക്കുക വഴിയാണ്. അതുകൊണ്ട് കലയുടെ ദൗത്യം എന്ന് പറയുന്നതിൽ വാസ്തവത്തിൽ ഈ പ്രത്യക്ഷ ചരിത്രജ്ഞാനത്തിൻ്റെ ഇരുട്ടിലേക്കുള്ള ഒരു വഴി അത് തുറന്നു വയ്ക്കുന്നത്, വാസ്തവത്തിൽ സൂക്ഷ്മചരിത്രം എന്നൊക്കെ കലയുടെ ചരിത്രത്തെക്കുറിച്ച് പറയാൻ പറ്റുന്നത് ആ നിലയിൽ കൂടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കലാവസ്തു എന്ന് പറയുന്നതിൽ വാസ്തവത്തിൽ കലയുടെ ആഭ്യന്തര യുക്തി കൊണ്ട്, കലയെന്ന് നാം സങ്കല്പിക്കുന്ന വിജ്ഞാന വ്യവസ്ഥയുടെ ആഭ്യന്തര യുക്തികൾ കൊണ്ട് വിശദീകരിക്കാവുന്ന ഘടകങ്ങളുണ്ട്, അതുകൊണ്ട് വിശദീകരിക്കാൻ പറ്റാത്ത ഘടകങ്ങളുണ്ട്. ഇപ്പം ഞാൻ ബർജറെക്കുറിച്ച് നേരത്തെ പറഞ്ഞു വന്നതിൽ നിന്ന് വഴിതിരിഞ്ഞു പോയതാണ്. ബർജറോട് ഒരിക്കലും ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഈ ഭാഷ കണ്ടെത്തിയത്? നിങ്ങൾ ഈ മറ്റേ വളരെ സുഭാഷിത സ്വഭാവമുള്ള അഫോറിസംസിൻ്റെ ഭാഷ എങ്ങനെയാണ് കണ്ടെത്തിയത് എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ ബർജർ പറഞ്ഞൊരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ സൺഡേ സപ്ലിമെൻറ്റിൽ 1/3 പേജാണ് കിട്ടുക എഴുതാൻ. അപ്പോൾ എല്ലാം വിസ്തരിച്ച് എഴുതാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി സാന്ദ്രമാക്കി കുറുക്കി എഴുതിയാലേ എനിക്ക് പറയാനുള്ളത് പറയാൻ പറ്റൂ. നോക്കൂ, നിങ്ങൾ ലോകത്തേതെങ്കിലും ശൈലീ പഠനത്തിൽ പത്രത്തിൽ ലഭ്യമായ സ്ഥലം എന്ന കമ്പോണൻറ്റിനെ പരിഗണിച്ചിട്ടുണ്ടാവുമോ? പത്രത്തിൽ സ്ഥലം കിട്ടാത്തതുകൊണ്ട് ശൈലി വേറെ ഉണ്ടാക്കിയതാണ്. ഇതൊരു വാസ്തവത്തിൽ പക്ഷേ ഈ ശൈലിയിലുണ്ട്. പക്ഷെ നമ്മുടെ ശൈലീ പഠനത്തിൽ ഒരിടത്തും വാസ്തവത്തിൽ ഈ ഘടകം വരില്ല.
പക്ഷേ ഇതൊരു നിർണായക ഘടകമാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ടോണി മോറിസനോട് ചോദിക്കുന്നുണ്ട്, ഈ ടോണി മോറിസൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് എപ്പോഴാണ് എഴുതുന്നത്. അപ്പോൾ അവർ പറഞ്ഞു വെളുപ്പിന് 2 മണിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ്റർവ്യൂവർ ചോദിച്ചു അപ്പോഴാണോ പ്രചോദനം ഉണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതല്ല, എല്ലാവരും ഉറങ്ങിയിട്ട് സ്വസ്ഥമായ ഒരു സമയം കിട്ടുന്നത് അപ്പോഴാണെന്നോ. ഈ പ്രചോദനമൊന്നുമല്ല, മക്കളും ഭർത്താവും വീട്ടുകാരും ഒക്കെ ഉറങ്ങിയിട്ട് ഒരു സ്ത്രീക്ക് എഴുതാൻ സ്വസ്ഥമായൊരു സമയം കിട്ടുന്നത് പുലർച്ചെ 2 മണിക്കാണ്, അപ്പോൾ എഴുതുന്നു. ഈ ഘടകം വരുന്നതോടെ നിങ്ങൾ കലയെക്കുറിച്ച് എഴുത്തിനെക്കുറിച്ച് സങ്കല്പിക്കുന്ന വീക്ഷണങ്ങളാകമാനം തിരിഞ്ഞു പോകും. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് കല എന്ന് പറയുന്നത്, കലയുടെ ചരിത്രം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സങ്കല്പനപരം കൂടിയാണ്, കലാവസ്തുക്കളുടേത് മാത്രമല്ല. കലയെ കലയാക്കി മാറ്റുന്നത് അതിൻ്റെ നിർമ്മാണ സന്ദർഭത്തിലെ നിരവധിയായ പ്രേരണകളെ നാം എലിമിനേറ്റ് ചെയ്തതുകൊണ്ട് കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു എലിമിനേഷനാണ് ആർട്ട് ആൻഡ് ഹിസ്റ്ററി എന്ന ഒരു കലയും ചരിത്രവും എന്നൊരു വിഭജന യുക്തിയിലേക്ക് വരുന്നത്. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ട് ആസ് ഹിസ്റ്ററി, കല ചരിത്രം എന്ന നിലയിൽ, കലയും ചരിത്രവും എന്ന ഒരു വിഭജനമല്ല, കല ചരിത്രം എന്ന നിലയിൽ എന്ന് സങ്കല്പിച്ചാൽ 2 രീതിയിൽ കാണാം. ഒന്ന്, ഒരു സൂക്ഷ്മചരിത്രം എന്ന നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെളിയാതെ നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക്, അതിൻ്റെ വൈരുദ്ധ്യങ്ങളിലേക്ക് കണ്ണ് ചെല്ലുന്ന ഒരു ഘടകം എന്ന നിലയിൽ കലാവസ്തുവിനെ കാണാം. ഇപ്പം പല കലാവസ്തുക്കളും അങ്ങനെയാണ്, യാഥാർത്ഥ്യത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെ അത് ആഴത്തിൽ പുറത്തു കൊണ്ടുവരും. എളുപ്പം തിരിയണൊരു ഉദാഹരണം പറഞ്ഞാൽ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിൽ ബഷീർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം വീട്ടിൽ വരിക. ബഷീർ സ്നേഹത്തെ ആവിഷ്കരിക്കുന്ന രീതിയൊക്കെ ഓർക്കേണ്ടതാണ് കേട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷം വീട്ടിൽ വരുന്നു, രാത്രി വാതിക്കൽ വന്ന് മുട്ടുന്നു, ഉമ്മ വാതിൽ തുറക്കുന്നു. 7 കൊല്ലോ മറ്റോ കഴിഞ്ഞിട്ട് ഒരു രാത്രി വരിക. നീയാണോ? ഓ നീയാണോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് പറഞ്ഞു ചോറെടുത്ത് വച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് കിടക്കുന്നു. അപ്പോൾ ബഷീർ ആശ്ചര്യത്തോടെ ചോദിക്കും, ഞാൻ ഇന്ന് വരുന്ന ഉമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? ഉമ്മ പറയും, ഓ ഞാൻ എന്നും എടുത്തു വെക്കും. നോക്കൂ, സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ പരമമായ ഒരർത്ഥത്തെ ആവിഷ്കരിച്ചൊരു രീതിയാണ് കേട്ടോ. ഓ ഞാൻ എന്നും എടുത്തു വയ്ക്കും 7 കൊല്ലം. എത്രയും വാത്സല്യമുള്ള ഉമ്മയാണ് ഈ ഉമ്മ. കുറച്ച് കഴിഞ്ഞിട്ട് മറ്റൊരു കഥയിലെത്തുമ്പോൾ ഉമ്മ ബഷീറിനോട് ചോദിക്കും, മോനെ എനിക്കൊരു 100 റുപ്യ വേണമെന്ന് പറയും, അല്ല 25 റുപ്യ വേണമെന്ന് പറയും. അപ്പോൾ ബഷീറിൻ്റെ കാശില്ല. ബഷീർ എങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ച് 25 റുപ്യ ഉണ്ടാക്കി ഉമ്മയ്ക്ക് കൊടുക്കും. അപ്പോൾ ഉമ്മ അപ്പുറം മാറിയിരുന്ന് ആലോചിക്കണത്, ഞാൻ എന്തൊരു മണ്ടിയാണ് 100 റുപ്യ ഒതുക്കിയായിരുന്നു. നോക്കൂ, ഈ 2 ഉമ്മയും ഉണ്ട്. വാത്സല്യത്തിൻ്റെ പരമപദമായി തീരുന്നൊരു ഉമ്മയുണ്ട്, 100 റുപ്യ ചോദിക്കായിരുന്നല്ലോ എന്ന് വ്യാകുലപ്പെടുന്ന ഒരു ഉമ്മയും ഉണ്ട്. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാം, ഇത് കലയ്ക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. സാധാരണ നിലയിൽ വാത്സല്യത്തിൻ്റെ വിപരീതമാണ് വഞ്ചന. കലയിൽ പക്ഷേ വാത്സല്യത്തിൻ്റെ വിപരീതമാവണമെന്നില്ല. കലയിൽ വഞ്ചനയും വാത്സല്യം കൊണ്ടാകാം. വഞ്ചനയ്ക്കും വാത്സല്യമാകാൻ കഴിയുന്ന ഒരു സ്ഥാനത്തിൻ്റെ പേരാണ് കല എന്നത്. കാരണം അത് വേറൊരു പ്രകാരത്തിലാണ്. അത്യനർഘമാ മുഹൂർത്തത്തിൽ ഉത്തമേ നീ മരിക്കണം എന്ന് ചങ്ങമ്പുഴ എഴുതുന്നുണ്ട്. അത്യനർഘമായ മുഹൂർത്തത്തിൽ നീ മരിച്ചു പോയാൽ നിൻ്റെ ഓർമ്മയ്ക്ക് അത്രയും ബലം ഉണ്ടാവും. നീ ജീവിച്ചാൽ നമ്മുടെ സ്നേഹമൊക്കെ വളരെ ദുർബലമായി തീരുകയും അവസാനം നമ്മൾ അടിച്ചു പിരിയുകയും ചെയ്യും. അതുകൊണ്ട് സ്നേഹം വേണോ, നീ വേണോ? സ്നേഹത്തിൻ്റെ ശാശ്വതത്വത്തിലാണ് വിശ്വാസമെങ്കിൽ ഉത്തമേ നീ മരിക്കണം എന്നത് റൊമാൻറ്റിക് തത്വമാണ്. പക്ഷേ ഇതൊരു കലാതത്വവും കൂടിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കലയ്ക്കിങ്ങനെ വൈരുദ്ധ്യങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകാനുള്ളൊരു കെൽപ്പുണ്ട്. അതല്ലാതെ വൈരുദ്ധ്യങ്ങളൊന്നുമില്ലാതെ പുറത്ത് കാണുന്ന സോഷ്യൽ റിയാലിറ്റി, സാമൂഹ്യാശയങ്ങൾ അത് അതേപടി പകർത്തി കാണിക്കുന്ന ഒരു പണിയാണ്. അതേപടി പ്രസ്താവിക്കുന്നതാണെങ്കിൽ പിന്നെ കലയൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഈ കലയ്ക്കൊന്ന് പ്രസംഗിക്കണ പോലെ പ്രസംഗിച്ചാൽ മതി. ഒരു കലാവസ്തു ചെയ്യുന്ന ഒരു കാര്യം അത് വസ്തു യാഥാർത്ഥ്യത്തെ അതേപടി കാണിക്കുകയൊന്നുമല്ല. അതിൻ്റെ ഉള്ളിൽ കയറി അതിനകത്തുള്ള വൻ സംഘർഷങ്ങളെ, ഇരുട്ടിലെ വെളിച്ചത്തെ, വെലുപ്പള്ളി പറയുമല്ലോ, ഈ എന്താ പറയുക,
പുഞ്ചിരിഹ കുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം എന്ന് വൈലോപ്പിള്ളി പറയുന്നത് പോലെ ഈ ഇരുട്ടിലേക്കുള്ളൊരു വഴിയാണ് കല എന്ന് പറയുന്നത്. അങ്ങനെ കലയ്ക്ക് ചരിത്രമാകാൻ പറ്റും. അതാണ് ആർട്ട് ആസ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. മറ്റൊരു വഴി ഒരുപക്ഷെ ചില നിർണായക സന്ദർഭങ്ങളിൽ അപ്പുറത്തുള്ള സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അതേപടി ഇമ്മീഡിയറ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന മട്ടിലുള്ള കലാനിർമ്മിതികളും ഉണ്ടായി എന്ന് വരാം. അത് തെറ്റൊന്നുമല്ല, ആ കാലത്തിൻ്റെ ആവിഷ്കാരങ്ങൾ എന്ന നിലയ്ക്കാണ്. ഇങ്ങനെ കലയും ചരിത്രവും എന്നതിന് പകരം കല ചരിത്രമെന്ന നിലയിൽ, ആർട്ട് ആസ് ഹിസ്റ്ററി എന്ന നിലയിൽ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് ആർട്ട് ഇൻ ഹിസ്റ്ററി എന്നതാണ്. അതിലാണ് ഞാൻ തുടങ്ങിയത്, സയൻസ് ഇൻ ഹിസ്റ്ററി. ആർട്ട് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന സമയത്ത് വാസ്തവത്തിൽ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, കലയുടെ കലാപരമെന്ന് നമ്മൾ കരുതുന്ന ഉള്ളടക്കം പല നിലകളിൽ ഒലയുകയും കല ഒരു വലിയ പ്രോസസ്സായിട്ട് മനസ്സിലാക്കപ്പെടുകയും ചെയ്യും. ഒരു പക്ഷേ നവചരിത്രവാദികളൊക്കെ ചെയ്യാൻ ശ്രമിച്ച ഒരു കാര്യം അതാണ്. അതായത് ഒരു സാമൂഹ്യ സന്ദർഭത്തിൻ്റെ മൂർത്തത, അതിൻ്റെ സങ്കീർണമായ ബന്ധരൂപങ്ങൾ എങ്ങനെയാണ് ഒരു കലാവസ്തുവിൻ്റെ നിർമ്മിതിയിൽ പങ്കുചേരുന്നത്. ഞാനിപ്പോൾ ബർജറെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം, പത്രത്താളിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു പുതിയ ഭാഷാശൈലി ഉണ്ടാക്കേണ്ടി വരുന്നു എന്ന കാര്യം. അങ്ങനെ വരുന്ന നിലയിൽ കലയ്ക്ക് എന്താ പറയുക, ഒരു മൂർത്തമായ ചരിത്ര സന്ദർഭത്തിനുള്ളിൽ നിന്നുകൊണ്ട് കല പ്രവർത്തിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളെ കലാചരിത്രത്തിലല്ല തന്നെ ഒന്ന് രണ്ട് സന്ദർഭങ്ങളെ മുൻനിർത്തി പറയാം എന്ന് കരുതുന്നു. ഒന്ന്, ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ്ങുകളെ കുറിച്ചുള്ളൊരു പഠനമാണ്. ലാൻഡ്സ്കേപ്പുകൾ നിങ്ങൾക്കറിയാമല്ലോ, 17, 18, 19 നൂറ്റാണ്ടുകളിലായിട്ടാണ് പാശ്ചാത്യ കലയിൽ, പ്രത്യേകിച്ചും 18, 19 നൂറ്റാണ്ടുകളിലായിട്ടാണ് പാശ്ചാത്യ കലയിൽ വികസിച്ചു വന്നത്. അത് കാർഷിക മുതലാളിത്തത്തിൻ്റെ ഉടമസ്ഥതാ ബോധവുമായി കൂടി ബന്ധപ്പെട്ടതാണ് എന്ന വിശദീകരണം ബർജറൊക്കെ അദ്ദേഹത്തിൻ്റെ വേസ് ഓഫ് സീയിങ് വഴി നൽകുന്നുണ്ട്. അതായത് വാസ്തവത്തിൽ കേവല പ്രകൃതി അല്ല മനുഷ്യർ പ്രവർത്തിക്കുന്ന ഒരു പ്രകൃതി എന്ന നിലയിലല്ല പ്രകൃതി ലാൻഡ്സ്കേപ്പിൽ വരുന്നതെന്ന് നമുക്കറിയാമല്ലോ. മറിച്ച് മാനുഷികമായ നമ്മുടെ നോട്ടത്തിന് വിഷയമായിരിക്കുന്ന ഒരു അപരവസ്തുവായിട്ട് പ്രകൃതി മാറുന്നു എന്നതാണ് ലാൻഡ്സ്കേപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. റെയ്മണ്ട് വില്യംസ് അദ്ദേഹത്തിൻ്റെ കീവേഡ്സിൽ ഈ പല വാക്കുകളുടെ നിഷ്പത്തിയും പരിണാമചരിത്രമാണല്ലോ പറയുക. അദ്ദേഹം പ്രകൃതി, നേച്ചർ എന്നുള്ള വാക്കിനെ കുറിച്ചുള്ള ചർച്ച തുടങ്ങുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകൃതി എന്നുള്ള വാക്ക്, നേച്ചർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ അത് നമുക്ക് പുറത്തുള്ള എന്തോ ഒന്നാണെന്നാണ് നമ്മൾ ധരിക്കുക എന്നാണ്. അതുപോലെ കൗതുകമുള്ളൊരു ഒബ്സർവേഷനാണ്. കാരണം പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെന്ന് നമുക്ക് തോന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ കൊല്ലത്തിലൊരിക്കൽ കടപ്പുറത്ത് പോവുക, കാട്ടിൽ പോവുക, പ്രകൃതി കാണുക. നോക്കൂ, ആധുനികത ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട വിച്ഛേദങ്ങളിലൊന്ന് നമ്മുടെ നോട്ടത്തിന് വിഷയമായി തീരുന്ന ഒരു വിഷയവസ്തു എന്ന നിലയ്ക്ക് പ്രകൃതി അപ്പുറം, നോക്കുന്ന കർത്തൃസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മളിപ്പുറം. പ്രകൃതി ഒരു വസ്തുരൂപമായി തീരുകയും നമ്മൾ അതിനെ മനസ്സിലാക്കുന്ന ഒരു വിഷയിയായിട്ട് മാറുകയും ചെയ്യുന്നു. ഈ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഡിവിഷൻ പ്രകൃതിക്കും മനുഷ്യനും ഇടയിൽ ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവത്തിൽ ആധുനികത ഉണ്ടാക്കിയ നാനാതരം പിളർപ്പുകളിൽ ഏറ്റവും ഭീമാകാരമായ പിളർപ്പ്. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകൃതി അപരമായി തീർന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് ആരാധിക്കാം, അല്ലെങ്കിൽ കുത്തിക്കുഴിച്ചെടുത്ത് നിങ്ങൾക്ക് ഉപഭോഗ വസ്തുവാക്കാം. ആരാധിക്കുന്നതിലും ഈ അപരമുണ്ട് കേട്ടോ, അല്ലാതെ ആരാധനയിൽ അപരമില്ല എന്ന് കരുതരുത്. നമ്മുടെ പ്രധാനപ്പെട്ട ചില പ്രകൃതി കവിതകളെങ്കിലും നോക്കിയാൽ ഈ അപരം വളരെ ശക്തമാണ്. ഞാനൊരു കുറ്റമായിട്ട് പറയല്ല. ഇപ്പോൾ ONV-യുടെ മരത്തിന് സ്തുതി എന്നൊരു കവിതയുണ്ട്. മരത്തിന് സ്തുതി എന്നുള്ള കവിത തുടങ്ങുന്നത്, ആ കവിത ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, നടുനിവർത്താനൊരു കുളിർ നിഴൽ നടുന്നു, പകലുറക്കത്തിനൊരു മലർവിരി നടുന്നു, ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു. വാസ്തവത്തിൽ ഈ മരം തണലാകുന്നത് ആർക്കാണ്? അത് മാനുഷികമാണ്. മാനുഷികമായൊരു പ്രയോജനമൂല്യമാണ് മരത്തിൻ്റെ തണലിന്. വിജയമാഷ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ, മരം കൊണ്ട വെയിലാണ് നിങ്ങളിരുന്ന തണൽ. മരം കൊണ്ട വെയിലാണ് നിങ്ങളിരുന്ന തണൽ. അതുകൊണ്ട് ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ മരത്തെക്കുറിച്ചുള്ള
വളരെ മനുഷ്യകേന്ദ്രിതമായ അപരവൽക്കരിക്കപ്പെട്ട ഒരു വീക്ഷണമാണ്. ഞാൻ കുറ്റമായിട്ട് പറയല്ല കേട്ടോ, ഇതൊരു നമ്മുടെയൊക്കെ വീക്ഷണത്തിലുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. സുഗതകുമാരി ടീച്ചർ മരത്തിന് സ്തുതി എന്ന് പറഞ്ഞൊരു കവിത എഴുതുന്നുണ്ട്. ആ കവിതയിൽ ഇത് തന്നെ വേറൊരു രൂപത്തിൽ വരുന്നുണ്ട്. എന്താണ്? തണുത്ത പൂന്തണൽ വീശി പടർന്നു ചൂഴ്ന്നു നിൽക്കുന്ന മരത്തിൻ്റെ തിരുമുടിക്ക് ഇതാ തൊഴുന്നേൻ, നീലകണ്ഠസ്വാമിയെപ്പോൽ വിഷം താനെ ഭുജിച്ചിട്ട് പ്രാണവായു തരുന്നോനായി ഇതാ തൊഴുന്നേൻ. അപ്പം നീലകണ്ഠസ്വാമിയെപ്പോലെ വിഷം ഭുജിച്ച്, കാർബൺ ഡൈ ഓക്സൈഡ് ഭുജിച്ച് അന്നജമാക്കി അതിന് മാറ്റുന്നു എന്നാണല്ലോ. വാസ്തവത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വിഷമായിരിക്കുന്നത് ആർക്കാണ്? മരത്തിനല്ല. മരം അതിനെ കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റുകയും അത് അന്നജമായി തീരുകയും ലോകത്തെല്ലാ മനുഷ്യരും അതുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നു. അത് വിഷമാണ് എന്ന് വരുന്നത് നിങ്ങളിലൂടെ കാണുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ പ്രകൃതിയെക്കുറിച്ച് വച്ചു പുലർത്തുന്ന ഈ അടിസ്ഥാന ബോധത്തിൽ തന്നെ ഈ വിച്ഛേദമുണ്ട്. മാർക്സ് ഈ വിച്ഛേദത്തിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായൊരു നിരീക്ഷണം നടത്തിയത്. നേച്ചർ ഈസ് ദ ഇൻഓർഗാനിക് ബോഡി ഓഫ് ഹ്യൂമൻ ബീയിങ്. മനുഷ്യൻ്റെ അജൈവ ശരീരമാണ് പ്രകൃതി. എൻ്റെ ശരീരം ഇത്, പക്ഷേ ഈ ശരീരത്തെ സാധ്യവും സാധുവുമാക്കുന്നത് പ്രകൃതിയാണ്. പുറത്തെ വായു, പുറത്തെ ജലം, പുറത്തെ ആ ജീവപ്രകൃതി, ഇതെല്ലാം ചേർന്നിട്ടാണ് ഒരു ജൈവ പ്രകൃതിയായിട്ട് എനിക്ക് നിൽക്കാൻ കഴിയുക. അതുകൊണ്ട് ജൈവ ശരീരം എന്നത് അജൈവ പ്രകൃതിയുമായി വൈരുദ്ധ്യാത്മകമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ബന്ധം പക്ഷേ വിച്ഛേദിക്കപ്പെട്ടു എന്നതാണ് വാസ്തവത്തിൽ ആധുനികതയിൽ സംഭവിച്ച കാര്യം. അതുകൊണ്ട് എന്തു പറ്റി? പ്രകൃതി ഒരു അപരവസ്തുവായി. അതുകൊണ്ട് റൈമണ്ട് വില്യംസ് പറഞ്ഞു തുടങ്ങുന്നത്, പ്രകൃതി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പുറത്തുള്ള എന്തോ ഒന്നാണ് എന്നാണ് നമ്മളൊക്കെ ധരിക്കുക. ഈ ധാരണ ചരിത്രത്തിൽ ആദ്യം രേഖപ്പെടുത്തപ്പെട്ട, അടയാളപ്പെടുത്തപ്പെട്ട ഒരു കലാസ്ഥാനമാണ് ലാൻഡ്സ്കേപ്പുകൾ. ലാൻഡ്സ്കേപ്പുകളിൽ നിങ്ങളുടെ നോട്ടത്തിന് വിഷയമായി തീരുന്ന ഒരു സുന്ദര വസ്തുവായിട്ട് പ്രകൃതി മാറിത്തീരുകയും അതൊരു വിദൂര ദൃശ്യമായി തീരുകയും അതിൻ്റെ വർണ്ണശബളത നമ്മുടെ ഒരു ആസ്വാദന വിഷയമായി തീരുകയും, ദൂരദർശന കൃശങ്ങൾ ഭംഗികൾ എന്ന ആശാൻ പറഞ്ഞതുപോലെ ദൂരദർശനത്തിൻ്റെ ഒരു മനോഹാരിതയായി പ്രകൃതി നമ്മുടെ ഒരു നോട്ട വിഷയമായി തീരും. ബർജർ പറഞ്ഞത് അത് എല്ലാവരുടെയും പ്രകൃതിയുടെ നോട്ടമല്ല, മറിച്ച് വലിയ വലിയ ഭൂവുടമസ്ഥതയുള്ള പുതുതായി വികസിച്ചു വന്ന അഗ്രേറിയൻ ബൂർഷ്വാസി, കാർഷിക മുതലാളിത്തം എന്ന് വിളിക്കുന്ന പുതിയൊരു മുതലാളിത്തത്തിൻ്റെ കൂടി നോട്ടമാണ് എന്ന് അദ്ദേഹം കോൺസ്റ്റബിളിൻ്റെ ഒക്കെ ചിത്രത്തെ മുൻനിർത്തി പറയുന്നുണ്ട്. ഞാനൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാം. ജോൺ ബാരൽ എന്ന് പറഞ്ഞിട്ട് ഒരു പഠിതാവ് ദ ഡാർക്ക് സൈഡ് ഓഫ് ലാൻഡ്സ്കേപ്പ് എന്ന പേരിലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം കോൺസ്റ്റബിളിൻ്റെ ചിത്രങ്ങളെ ആണ് സൂക്ഷ്മ പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്ന രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺസ്റ്റബിൾ ഒക്കെ ഈ ലാൻഡ്സ്കേപ്പുകളിൻ്റെ പലതിൻ്റെയും ആദ്യത്തെ കരട് തയ്യാറാക്കുന്ന സമയത്ത്, പ്രൈമറി സ്കെച്ച് തയ്യാറാക്കുന്ന സമയത്ത് വലിയ കൃഷിഭൂമിയുടെ പാടശേഖരങ്ങളുടെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്ത് ചിത്രത്തിൻ്റെ ഫോർഗ്രൗണ്ടിൽ ധാരാളം മനുഷ്യരെ കാണാനായിട്ട് കഴിയുമായിരുന്നു എങ്കിലും അവയൊക്കെ അന്തിമ രൂപം വന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് നീങ്ങുകയും വിദൂര ദൃശ്യങ്ങളായി തീരുകയും, അദ്ദേഹം പറയുന്നത് വാസ്തവത്തിൽ കളർ കോൺട്രാസ്റ്റിനുള്ള ഒരു ഉപാധി മാത്രമായി തീരുകയും ചെയ്തു. പച്ചക്കിടയിലെ ഒരു വർണ്ണവ്യതിരേകം, ഗോതമ്പ് പാടത്തിനിടയിലെ വേറൊരു വർണ്ണം, ഇങ്ങനെ അധ്വാനത്തിൻ്റെയും മനുഷ്യപ്രകൃതിയുടെയും ലോകത്തെ എങ്ങനെയാണ് കേവലമായ ഒരു വർണ്ണവ്യതിരേകത്തിൻ്റെ രൂപത്തിലേക്ക് ഈ 17ഉം 18ഉം 19ഉം നൂറ്റാണ്ടുകളിലെ ഈ പറയുന്ന ലാൻഡ്സ്കേപ്പുകൾ അവതരിപ്പിച്ചത് എന്ന് ബർജറും ഡ്യൂറലുമൊക്കെ പറയുന്ന, ജോൺ ബാരലുമൊക്കെ പറയുന്ന പഠനങ്ങൾ നോക്കിയാൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. ലാൻഡ്സ്കേപ്പുകൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ 18ഉം 19ഉം നൂറ്റാണ്ടുകളിലെ വികസിച്ചു വരുന്ന ഒരു സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ഘടനയുടെ ലോകബോധത്തിൻ്റെ നിർമ്മാണ സാമഗ്രിയാണ്. അല്ലാതെ അപ്പുറമുള്ള ഒന്നിനെ പകർത്തി കാണിക്കുകയല്ല, പ്രകൃതിയുടെ ചിത്രമായിട്ട് നിൽക്കുകയല്ല, മറിച്ച് ഒരു പുതിയ തരത്തിലുള്ള ഈ വിഭജിതമായ പ്രകൃതി, മനുഷ്യപ്രകൃതി ബന്ധം, അതുപോലെ തന്നെ മനുഷ്യാധ്വാനത്തിൻ്റെ അപ്രധാനവൽക്കരണം, അതിനെ ട്രിവിയലൈസ് ചെയ്യുകയും അത് ഒരു ചിത്രപ്രതലത്തിലെ ഒരു വർണ്ണവസ്തു മാത്രമായി മാറിത്തീരുകയും ചെയ്യുന്നത്, ഇത്
വാസ്തവത്തിൽ ഈ ലാൻഡ്സ്കേപ്പുകളിൽ കാണാമെന്ന് ജോൺ ബാരൽ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ് ഒരു കാലത്തിൻ്റെ വളരെ സവിശേഷമായിട്ടുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ വ്യവഹാരം, സാമ്പത്തിക വ്യവഹാരം അതിൻ്റെ ഒരു ചിത്രഭാഷയായി മാറി ആ ചിത്രഭാഷ ഈ ലോകബോധത്തെ കൂടുതൽ ഉറപ്പിക്കുന്നത്. ആർട്ട് ഇൻ ഹിസ്റ്ററി എന്നത്. മറ്റൊരു സന്ദർഭം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംപ്രഷനിസ്റ്റ് പെയിൻറ്റിങ്ങുകൾ അതിൽ തന്നെ ഒരു ഡയലക്റ്റിക്കാണ്. കാരണം ഇംപ്രഷനിസത്തെക്കുറിച്ച് നമുക്കൊക്കെ സാധാരണ അറിയാവുന്ന ഒരു കാര്യം, ഇംപ്രഷനിസ്റ്റ് ചിത്രം ഫോട്ടോഗ്രാഫിയോടുള്ള ഒരു ചിത്രകലയുടെ പ്രതികരണമായിട്ടാണ് വന്നത് എന്നതാണ്. അത് ശരിയുമാണ്. കാരണം റിയലിസ്റ്റിക് റെപ്രസെൻറ്റേഷൻ ഫോട്ടോഗ്രാഫി ഏറ്റവും വിശദാംശങ്ങളിൽ കൃത്യമായി ചെയ്യുന്നതോടെ പിന്നെ ചിത്രകാരിക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയായിട്ടാണ് വാസ്തവത്തിൽ ഈ ഇംപ്രഷനിസ്റ്റുകൾ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത്. അവർ റിയലിസത്തെ വിട്ടു എന്ന് സാമാന്യേന പറയും. അത് ശരിയുമാണ്. ഞാനൊരു സാന്ദർഭികമായിട്ടൊരു കാര്യം പറയാം കേട്ടോ. ഈ ഫോട്ടോഗ്രാഫിക് ദൃഷ്ടിയിൽ നിന്നുള്ള വിടുതിയാണ് ഇംപ്രഷനിസം എന്ന് പൊതുവേ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഫോട്ടോഗ്രാഫിക് ദൃഷ്ടിയുടെ തുടർച്ച ഇംപ്രഷനിസത്തിൽ മറ്റൊരു നിലയിലുണ്ട് എന്ന് കേരളത്തിലിരുന്ന് പറഞ്ഞ ആളായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള. കേസരി പറയുന്നൊരു കാര്യം, ദേഗായിയുടെയൊക്കെ ചിത്രങ്ങൾ നിങ്ങൾ ഓർത്താലേ കട്ട് ഫ്രെയിംസ് വരുമല്ലോ. ഒരു ഡാൻസ് സീൻ വരയ്ക്കുന്നു, അപ്പോൾ ഒരു നൃത്തവേദിയിലെ നൃത്തരംഗം വരയ്ക്കുന്ന സമയത്ത് സെൻട്രൽ സ്റ്റേജിൽ ഒരു നർത്തകി ഉണ്ടാവും, മറുഭാഗത്ത് ഒരു കൈയിൻ്റെ പകുതി ഉണ്ടാവും. ഇങ്ങനെ ഒരു കൈയുടെ പകുതി വാസ്തവത്തിൽ ഒരു ചിത്രത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഫോട്ടോഗ്രാഫിക് ഇമേജിലാണ്. അതിനു മുമ്പ് വരയ്ക്കുന്ന ചിത്രത്തിൽ കൈയുടെ പകുതിയായിട്ട് വരയ്ക്കില്ലല്ലോ, പൂർണ്ണ രൂപത്തിലാണ് വരയ്ക്കുക. മറിച്ചൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരാളുടെ പടം എടുക്കും, ചിലപ്പോൾ പുറകിൽ നിൽക്കുന്ന ആളുടെ കൈ മാത്രം ഉണ്ടാവും, ചിലപ്പോൾ പുഴയിൽ നിൽക്കുന്ന ആളുടെ പകുതി ശരീരം ഉണ്ടാവും. ഇങ്ങനെയുള്ള ഇമേജുകൾ ഫോട്ടോഗ്രാഫി കൊണ്ടുവന്നത് ചിത്രകലയിലേക്ക് ഇംപ്രഷനിസ്റ്റ് കലയിലൂടെ വന്നു എന്നും അതുകൊണ്ട് ഇംപ്രഷനിസം ഫോട്ടോഗ്രാഫിക് ഇമേജിൻ്റെ നിഷേധമായിരിക്കുന്നത് പോലെ തന്നെ ഫോട്ടോഗ്രാഫിക് ഇമേജിൻ്റെ തുടർച്ചയും ഇംപ്രഷനിസ്റ്റ് കലയിലുണ്ട് എന്ന് കേസരി വളരെ മുമ്പേ നമ്മുടെ പഠനങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഫോട്ടോഗ്രാഫിയുടെ ഒരു സാങ്കേതിക തലത്തെ മുൻനിർത്തി ഇംപ്രഷനിസത്തെ വിശദീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അതൊരു വസ്തുതയാണ്. പക്ഷേ ഇംപ്രഷനിസം അതുമാത്രമാണോ? സാങ്കേതിക ചരിത്രത്തിനകത്തുള്ള ഒരു ആവിഷ്കാരം മാത്രമായിട്ടാണ് ഇംപ്രഷനിസ്റ്റ് കല വന്നത്. ഇപ്പോൾ ഹൗസർ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് ആർട്ട് എഴുതുന്ന സമയത്ത് ആർണോൾഡ് ഹൗസർ ഇംപ്രഷനിസത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇംപ്രഷനിസ്റ്റ് കല അടിസ്ഥാനപരമായി ചെയ്തത് എന്താണ്? അത് ലോകയാഥാർത്ഥ്യം അടിയിളകി തുടങ്ങിയിരിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. നോക്കൂ, യാഥാർത്ഥ്യത്തിൻ്റെ സുനിശ്ചിതത്വം, ഭദ്രത എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇളകുന്നുണ്ട്. സിഗ്മണ്ട് ബൗമൻ എന്ന് പറയുന്ന വലിയൊരു സോഷ്യോളജിസ്റ്റ് മാർസിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് മാർസിൻ്റെ ഒരു മെറ്റഫർ എടുത്തു പറയുന്നൊരു വാക്യമുണ്ട്. മാർസ് മാനിഫെസ്റ്റോയിൽ മനോഹരമായ ഒരു സങ്കല്പനം കൊണ്ടുവരുന്നുണ്ട്. മൂലധനം ഇങ്ങനെ തള്ളിക്കേറി വന്നിട്ട് ലോകത്തെ എന്താക്കി മാറ്റും എന്ന് പറയുന്ന സമയത്ത് വളരെ പോയറ്റിക്കായിട്ടുള്ളൊരു ഇമേജ് മാർസിൻ്റെ ഉണ്ട്. ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽസ് ഇൻ ടു എയർ. ഖരമായതൊക്കെ ആവിയായിത്തീരും, ഒന്നിനും ഉറച്ച നിലയില്ലാണ്ടായിത്തീരും. അതുവരെ സുദൃഢങ്ങളായ, ബലിഷ്ഠങ്ങളായ, ശാശ്വതങ്ങളായ, നിത്യമെന്ന് നാം കരുതിയിരുന്ന എല്ലാറ്റിനെയും മൂലധനം അടിച്ച് നിരപ്പാക്കും. അത് അതിർത്തികളെ മുഴുവൻ പൊട്ടിക്കും, അത് സനാതനങ്ങളെ മുഴുവൻ ക്ഷണികമാക്കി തീർക്കും എന്നിങ്ങനെ അതിമനോഹരമായി വിശദീകരിച്ചതിന് ശേഷമാണ് മാർസ് അതിനെ സമ്മപ്പ് ചെയ്തിട്ട് പറയുന്നത് ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽസ് ഇൻ ടു എയർ. ഖരമായതൊക്കെ ആവിയായിത്തീരും. മാർസ് ഭയങ്കര കവിയായിരുന്നു കേട്ടോ, നമ്മൾ കരുതുന്ന പോലെയല്ല. മാർസ് മുതലാളിത്തത്തെക്കുറിച്ച് മാർസിൻ്റെ ഒരു നല്ല ഒബ്സർവേഷൻ ഉണ്ട്. ക്യാപിറ്റലിസം വിൽ കട്ട് ഡൗൺ ദ ട്രീ ഇഫ് ഇറ്റ് കാൺ സെൽ ദ ഷാഡോ. നിഴല് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ മരം വെട്ടി വിൽക്കും, നിഴല് വിൽക്കാനൊരു സ്കോപ്പ് ഉണ്ടെങ്കിൽ നിഴല് വിൽക്കും.
ഇതാണ് മുതലാളിത്തം എന്ന് മാർക്സ് ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആ 18th ബ്രൂമയർ ഓഫ് ലൂയി ബോണപ്പാർട്ട് എന്ന് പറഞ്ഞ 1851 മാർക്സ് 3 ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റേ എഴുതിയിട്ടുള്ളൂ ആകെ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 18th ബ്രൂമയറാണ്. അതിൻ്റെ ആദ്യ പാരഗ്രാഫ് വായിക്കേണ്ടതാണ്. ഒരുപക്ഷെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലെ ഒരു ടെക്സ്റ്റ് ഇത്ര പോയറ്റിക്കായ ഭാഷയിൽ എഴുതാമെന്നതിന് വേറൊരു ഉദാഹരണം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി കവിത നിറഞ്ഞ ഭാഷയാണ്. അതിലാണ് മാർക്സ് തുടങ്ങുന്നത്. ഹെഗൽ സെയ്സ് ഹിസ്റ്ററി റിപ്പീറ്റ്സ്, he forgets to add, history repeats, first as tragedy then as farce എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അത് ഗംഭീരമായൊരു തുടക്കമാണ്. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഈ 19ാം നൂറ്റാണ്ടിൽ എന്ത് സംഭവിക്കുന്നു. ഹൗസർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 19ാം നൂറ്റാണ്ടിൽ ബൂർഷ്വാ ആധുനികത രൂപപ്പെടുത്തിയെടുത്ത അടിസ്ഥാനപരമായ ജീവിതക്രമങ്ങൾ ഒലയാൻ തുടങ്ങുന്നു. പല നിലകളിൽ ആ ജീവിതക്രമം ഒലയാൻ തുടങ്ങുകയും അതിൻ്റെ അടിസ്ഥാന ഭദ്രത എന്ന് പറയുന്നത് തൊഴിലാളി പണിമുടക്കുകൾ ഒരു ഭാഗത്ത്, മനുഷ്യനെന്ന സുസ്ഥിര യാഥാർത്ഥ്യത്തെ അകമേ അഴിച്ചു കളയുന്ന ഫ്രോയിഡിയൻ മനോവിജ്ഞാനത്തിൻ്റെ തള്ളിക്കയറ്റമടക്കമുള്ള കാര്യങ്ങൾ മറ്റൊരു ഭാഗത്ത്, സത്യമെന്നതൊരു ഭാഷാവ്യവസ്ഥ കൂടിയാണ്, ഭാഷാപരമായി നിർമ്മിക്കപ്പെടുന്ന ഒന്നാണ് സത്യം, അല്ലാതെ ഭാഷയ്ക്ക് പുറത്ത് കേവലമായ സത്യാത്മകത നിലനിൽക്കുന്നില്ല എന്ന നിലയിൽ നീഷെ ഉയർത്തിക്കൊണ്ടുവരുന്ന സങ്കല്പങ്ങൾ മൂന്നാമതൊരു ഭാഗത്ത്. ഇവയൊക്കെ ചേർന്ന് ഏതാണ്ട് ജ്ഞാനോദയം രൂപപ്പെടുത്തിയെടുത്ത സത്യാത്മകത, യാഥാർത്ഥ്യം, അതിൻ്റെ സുനിശ്ചിതത്വം, ഭദ്രലോകങ്ങൾ, ഇതെല്ലാം ചെതറിത്തുടങ്ങുന്ന ഒരു കാലമാണ് 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതി. അതാണ് മോഡേണിസത്തിലേക്ക് എത്തിയത്. സിംബലിസ്റ്റ് കവിതയായിട്ടും പിന്നീട് മോഡേണിസത്തിനകത്തുള്ള പല പ്രവണതകളായിട്ടും വരുന്നത് വാസ്തവത്തിൽ ഈ അടിയിളക്കങ്ങളാണ്. ഈ ഉറച്ച ലോകം ഇളകുന്നു. ആ ഉറച്ച ലോകം ഇളകുന്നതിനെയാണ് മാർക്സ് സമ്മപ്പ് ചെയ്തത്. ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽസ് ഇൻ ടു എയർ. ബൗമൻ പറഞ്ഞത് പിന്നീട് വന്ന എല്ലാ മോഡേണിസ്റ്റ് കവിതയുടെയും സംഗ്രഹം ഇതായിരുന്നു എന്നാണ്. തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് വിറ്റ്മാനെ പോലൊരാളും ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ എന്ന് എലിയറ്റും ഒക്കെ പറഞ്ഞതിനെ മുൻകൂറായി പ്രവചിച്ചൊരു വരിയായിരുന്നു ഇതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ കലക്കം, അതായത് സുസ്ഥിരവും അന്തിമവും ഭദ്രവും ഏകാഗ്രവുമായ യാഥാർത്ഥ്യമെന്ന ബൂർഷ്വാ ആധുനികത ജന്മം നൽകിയ യാഥാർത്ഥ്യ സങ്കല്പത്തിൻ്റെ അടിയളക്കം കലയിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇംപ്രഷനിസ്റ്റ് കലാഭാഷയാണ്. രൂപത്തിൻ്റെ അതിർവരമ്പുകൾ ഇല്ലാതാകുന്നു. ഒരു യാഥാർത്ഥ്യത്തെ സുനിശ്ചിതവും ഭദ്രവുമാക്കി മാറ്റുന്ന അതിൻ്റെ അതിർവരമ്പുകൾ, ഔട്ട്ലൈനുകൾ ഇല്ലാതാകുന്നു. വസ്തുപ്രത്യക്ഷങ്ങളെ അതേപടി വരച്ച് കാണിക്കുന്ന, ചായത്തേപ്പിലൂടെ വസ്തുപ്രത്യക്ഷത്തെ പ്രതീതമാക്കുന്ന ചായത്തേപ്പിൻ്റെ രീതിയും അവസാനിക്കുന്നു. നിങ്ങൾ നോക്കിയാൽ, ദൂരെ നിന്ന് നോക്കിയാൽ ഒരു മരമാണെന്ന് തോന്നുമെങ്കിലും അടുത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചായം തേച്ച പാട് കാണാം, ബ്രഷ് ഓടിയത് കാണാം, ബ്രഷിലെ ചിലപ്പോൾ നാര് കാണാം, ചിലപ്പോൾ ചായം കട്ട കൂടിയിരിക്കുന്നത് കാണാം. ഇതെല്ലാം ചേർന്ന ഒരു ചിത്രം വരുന്നു. ചിത്രമെന്ന സുനിശ്ചിത വസ്തു, ചിത്രത്തിൽ പ്രതിപാദിക്കപ്പെട്ട സുനിശ്ചിത വസ്തു അതിൻ്റെ അതിർവരമ്പുകൾ തകർന്ന് യാഥാർത്ഥ്യത്തിൻ്റെ റിയലിസ്റ്റിക്കായ പ്രതീതിയും തകർന്ന് അടിയളകുന്ന ഒന്നായി തീർന്നിരിക്കുന്നു. വാസ്തവത്തിൽ 19ാം നൂറ്റാണ്ട് അവസാനത്തോടെ മോഡേണിസത്തിന് ജന്മം നൽകുന്ന മട്ടിൽ നമ്മുടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളിൽ വന്ന അടിയിളക്കങ്ങളെ നമ്മുടെ കല ആദ്യം ആവിഷ്കരിച്ചൊരു സന്ദർഭം ഇംപ്രഷനിസ്റ്റ് ചിത്രഭാഷയാണ് എന്ന് ഹൗസർ പറയുന്നുണ്ട്. ഇങ്ങനെ ഇംപ്രഷനിസത്തെ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ വാസ്തവത്തിൽ അത് ഫോട്ടോഗ്രാഫിക് ഇമേജ്, സാങ്കേതിക വിദ്യാ പരിണാമം എന്നതിനപ്പുറം വാസ്തവത്തിൽ ചരിത്രത്തിലെ ഒരു മൂർത്ത സന്ദർഭവുമായുള്ള കലയുടെ മറ്റൊരു നിലയിലുള്ള ഇടപെടലാണ് എന്ന് കാണാനായിട്ട് കഴിയും. ആർട്ട് ഇൻ ഹിസ്റ്ററി എന്ന നിലയിൽ. മൂന്നാമതൊരു സന്ദർഭം, ഞാൻ കൂർബയുടെ അതിപ്രസിദ്ധമായ ചിത്രമുണ്ടല്ലോ, ചന്തയിൽ നിന്ന് മടങ്ങുന്ന ഗ്രാമീണർ. ചന്തയിൽ നിന്ന് മടങ്ങുന്ന ഗ്രാമീണർ എന്നത് റിയലിസ്റ്റ് ചിത്രകലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കായിട്ട് നമ്മളതിനെ കാണുന്നു. സ്റ്റോൺ ബ്രേക്കേഴ്സ് പോലെ തന്നെ, പാറ പൊട്ടിക്കുന്നവരെ പോലെ തന്നെ. രണ്ട് നിലയിലാണ് അതിൻ്റെ പ്രാധാന്യം. ഒന്ന്, അക്കാലം വരെ കലയുടെ ചരിത്രത്തിൽ ഇടം കിട്ടിയിട്ടില്ലാത്ത പാറ പൊട്ടിക്കുന്ന മനുഷ്യർ, പാടത്ത് വിതയ്ക്കുന്ന മനുഷ്യർ, ചന്തയിൽ നിന്ന് മടങ്ങുന്ന അതിസാധാരണരായ കർഷകർ, ഇവരൊക്കെ ക്യാൻവാസിലേക്ക്, ചിത്രത്തിലേക്ക് വരും. അങ്ങനെ എന്താണ് കലയുടെ വിഷയമെന്ന ചോദ്യത്തിന് കുർബെ, മില്ലെ ഇവരൊക്കെ പുതിയ ഉത്തരങ്ങൾ നൽകുന്നു. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, റെപ്രസെൻറ്റേഷണലായിട്ട് കാണാം. മറിച്ച് അതിലൊരു പ്രാധാന്യം കൂടിയുള്ളത്, കുർബയുടെ ആ ക്യാൻവാസിൻ്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ
ഇതിഹാസ ചിത്രങ്ങളോ ദൈവിക ചിത്രങ്ങളോ ഗ്രീക്ക് പുരാണങ്ങളോ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് സ്വീകരിച്ചിരുന്ന സ്കെയിലിലാണ് വാസ്തവത്തിൽ കൂർബെ ചിത്രം വരയ്ക്കുന്നത്. മനുഷ്യ ശരീരത്തെക്കാൾ വലിയ വലിപ്പത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ ഈ ഗ്രാമീണർ തെളിയുന്നത്. സ്കെയിലിലേക്ക് ഇത് ചെറിയൊരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയാണ് വലുതായി വരയ്ക്കേണ്ടത്, ഏതാണ് വീക്ഷണകോണായി തീരേണ്ടത് എന്നതിൽ അക്കാലം വരെ ഉണ്ടായിരുന്ന കലയുടെ ഒരു പ്രതീക ഭാഷയെ, അതിൻ്റെ ഒരു വ്യവസ്ഥാപിത ക്രമത്തെ വാസ്തവത്തിൽ കൂർബെ ഒലയ്ക്കുന്നു. വേണമെങ്കിൽ നമ്മൾ ബിധോവിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് അഡോണോ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിധോവിന് മുമ്പ് ആരോഹണ അവരോഹണങ്ങൾ ക്രമീകൃതമായ ഒന്നായിട്ടാണ് പാശ്ചാത്യ കലയിൽ, സംഗീത കലയിൽ നിന്നതെങ്കിൽ, വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിൽ നിന്നതെങ്കിൽ, ബിധോവനിലെത്തുമ്പോൾ നമ്മൾ കാണുന്നത് 400-500 ഇൻസ്ട്രുമെൻറ്റുകൾ ഇരമ്പിയാർത്ത് കടലരമ്പം പോലെ, കൊടുങ്കാറ്റ് പോലെ നമ്മെ മുഴുവൻ സ്തബ്ധമാക്കുന്ന ഒരു ഉച്ചസ്ഥാനത്ത് വെച്ച് സമ്പൂർണ്ണ നിശബ്ദതയിലേക്ക് അത് നീങ്ങുകയും പിന്നീട് ഏതാനും നിമിഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരൊറ്റ വയലിൻ മാത്രം ഏറ്റവും കീഴ്സ്ഥായിയിൽ നിന്ന് ശബ്ദിക്കാൻ തുടങ്ങി. ആരോഹണത്തിൽ നിന്ന് ക്രമത്തിൽ അവരോഹണത്തിലേക്കോ അവരോഹണത്തിൽ നിന്ന് ക്രമത്തിൽ ആരോഹണത്തിലേക്കോ ഒന്നുമല്ല, മറിച്ച് ഉച്ഛൃംഖലമായ ഒരു തടസ്സവുമില്ലാത്ത സർവതന്ത്ര സ്വതന്ത്രമെന്ന് സങ്കല്പിക്കപ്പെട്ട മനുഷ്യചേതനയുടെ ശബ്ദരൂപമായി ബിധോവൻ മാറി. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീ ഈസ് ഇൻ ചെയിൻസ്. ഈ ചെയിൻ സംഗീതശാസ്ത്രപരമായി ഭേദിച്ച ഒരു സന്ദർഭത്തെ കൂടിയാണ് ബിധോവൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ബിധോവനിലെ വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിധോവൻ ഫ്രഞ്ച് വിപ്ലവം വിജയിക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞത് ആവണമെന്നില്ല, മറിച്ച് അക്കാലം വരെ ശബ്ദം സഞ്ചരിച്ചതിൻ്റെ ക്രമീകൃതമായ പാറ്റേണുകളെ ഈ കല പൊളിക്കുന്നു. സ്പെയിനിൽ പോയി വെടികൊണ്ട് മരിച്ച ഒരു മാർക്സിസ്റ്റ് കലാചിന്തകനുണ്ട്, ക്രിസ്റ്റഫർ കോഡ്വെൽ. ഇല്യൂഷൻ ആൻഡ് റിയാലിറ്റി ഒക്കെ എഴുതി. അദ്ദേഹം പറയുന്ന മനോഹരമായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കല അതെപ്പോഴും റവല്യൂഷണറിയാണ്. നല്ല കല, ട്രൂ ആർട്ട് ഈസ് ഓൾവേസ് റവല്യൂഷണറി, ഓൾവേസ് സബ്വേഴ്സീവ്. എന്തുകൊണ്ട്? യാഥാർത്ഥ്യത്തെ അതുവരെ ക്രമപ്പെടുത്തി വച്ചിരുന്ന, യാഥാർത്ഥ്യത്തെക്കുറിച്ച് നാം അതുവരെ ഉണ്ടാക്കിയിരുന്ന ധാരണകളെ ഏതോ നിലയിൽ അലോസരപ്പെടുത്തിക്കൊണ്ടല്ലാതെ നല്ല കല മുമ്പോട്ട് പോകില്ല. വ്യവസ്ഥാപിതമായി നിൽക്കുന്ന, നാം സങ്കല്പനപരമായി സാമൂഹ്യശാസ്ത്രപരമായി ഒക്കെ ക്രമപ്പെടുത്തി വച്ചിട്ടുള്ള ഒരു ധാരണയെ ഏതോ നിലയിൽ ഇത് അലോസരപ്പെടുത്തും. അങ്ങനെ അലോസരപ്പെടുത്തിയിട്ട് അതിൻ്റെ അരികിനെ ഭേദിച്ച് ഒരതിർത്തിയെ പൊട്ടിച്ച് മറ്റൊരു നിലയിലേക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോവുകയോ വേറൊന്നാക്കി തീർക്കുകയോ ചെയ്യും. അതുകൊണ്ട് ഉറച്ചു നിൽക്കുന്നതിനെ ഇളക്കുക എന്നുള്ളതാണ്. ബസവേശ്വരൻ്റെ ഒരു പഴയ കവിതയുണ്ട്, ഉറച്ചു നിന്നവർ ഒലിച്ചുപോയി, ചലിച്ചിരുന്നവർ പിടിച്ചു നിന്നു. ഈ ചലിച്ചിരിക്കലാണ് കല. അതുകൊണ്ട് ട്രൂ ആർട്ട് ഈസ് ഓൾവേസ് റവല്യൂഷണറി എന്ന് പറയുന്നത് റവല്യൂഷൻ വിജയിക്കട്ടെ എന്ന് മുദ്രാവാക്യം പറഞ്ഞിട്ടല്ല, മറിച്ച് യാഥാർത്ഥ്യത്തെ അത് അസ്ഥിരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് സ്ഥിരത ഒരു നല്ല കാര്യമാണോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം. ഗാന്ധിയുടെ ഒരു വാക്യം ഞാൻ ഉദ്ധരിക്കട്ടെ. ഗാന്ധി പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, അഭിപ്രായ സ്ഥിരതയുടെ ദുർഭൂതത്തെ ഞാൻ കൊണ്ടു നടക്കുന്നില്ല. വല്ലാത്തൊരു വാക്കാണ്. ഐ മേക്ക് നോ ഹോബ് ഗോബ്ലിൻ ഓഫ് കൺസിസ്റ്റൻസി. ഹോബ് ഗോബ്ലിൻ എന്നുള്ളത് മൂപ്പര് എമേഴ്സണിൽ നിന്ന് കണ്ടുപിടിച്ച വാക്കാണ്. എമേഴ്സൺ നന്നായിട്ട് വായിച്ചിട്ടുണ്ട് ഈ ബ്രിട്ടണിൽ പഠിക്കുന്ന സമയത്ത്. എമേഴ്സൺ ഹോബ് ഗോബ്ലിന് പോയി ഞാൻ ഈ ഹോബ് ഗോബ്ലിൻ കണ്ട് ഡിക്ഷണറിയൊക്കെ തപ്പി പിടിച്ച് അർത്ഥം മനസ്സിലാക്കിയത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് മൂപ്പർക്ക് എവിടെ നിന്നായിരിക്കും കിട്ടിയതെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കി. പിന്നീട് ഒരിക്കലാണ് എമേഴ്സണിൽ നിന്ന് കിട്ടിയത്. എമേഴ്സൺ പുള്ളിയുടെ വലിയൊരു സ്രോതസ്സാണ്. ഐ മേക്ക് നോ ഹോബ് ഗോബ്ലിൻ ഓഫ് കൺസിസ്റ്റൻസി. പിന്നെ പറയുന്ന വാക്യം, ഇഫ് ഐ ആം ട്രൂ ടു മൈസെൽഫ് ഫ്രം മൊമെന്റ് ടു മൊമെന്റ് ഐ ഡു നോട്ട് മൈൻഡ് ദ ഇൻകൺസിസ്റ്റൻസീസ് ദാറ്റ് ഫോളോ അപ്പോൺ മീ. ഓരോ നിമിഷത്തോടും സത്യസന്ധമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് സുനിശ്ചിതമായ ഒരു യാഥാർത്ഥ്യം എന്നതിനെ എപ്പോഴും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇത് കലയുടെ ദൗത്യമാണ്. കല വാസ്തവത്തിൽ ചെയ്യുന്നത് ഈ യാഥാർത്ഥ്യത്തിൻ്റെ അസ്ഥിരപ്രകൃതത്തെ മെരുക്കിയെടുക്കാനുള്ള വ്യവസ്ഥയോട് മനുഷ്യൻ നടത്തുന്ന ഏറ്റവും വലിയ കലാപമാണ് കല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇരുട്ടിനെ കാണലാണ്, വിച്ഛേദങ്ങളെ കാണലാണ് കലയുടെ ചരിത്രാത്മകത എന്ന് പറഞ്ഞത്.
കുർബ ചെയ്ത കാര്യം മനുഷ്യരെ വരയ്ക്കാൻ ഇങ്ങനെ ഒരു പാറ്റേൺ, ദൈവങ്ങളെ വരയ്ക്കാൻ ഇന്ന ഒരു പാറ്റേൺ, ഇത്ര സ്കെയിലിൽ ദേവതകൾ, ഇത്ര സ്കെയിലിൽ മനുഷ്യർ എന്ന നിലയിലുള്ള ഒരു രചനാതന്ത്രത്തെ വാസ്തവത്തിൽ ഭേദിക്കുകയും ഭീമാകാരമായൊരു സ്കെയിലിൽ ദൈവങ്ങളെക്കാൾ പ്രതാപികളായ മനുഷ്യരെ അദ്ദേഹം വരയ്ക്കുകയും ചെയ്തു എന്ന് പറയാം. ഇങ്ങനെ ദൈവത്തെ വരച്ചുകൊണ്ട് തന്നെ ദൈവത്തെ മാറ്റാമെന്നതാണ് വാസ്തവത്തിൽ കലയിലെ ഒരു ചരിത്രമില്ല. ഞാൻ നവോത്ഥാന കലയുമായി ബന്ധപ്പെട്ട് വളരെ ക്ലാസിക്കലായൊരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റാഫേലും ഡാവിഞ്ചിയും ഒക്കെ അല്ലെങ്കിൽ റെനസൻസ് ചിത്രകാരന്മാരൊക്കെ പൊതുവിൽ ഈ മഡോണ ആൻഡ് ദ ചൈൽഡ് വരയ്ക്കുമല്ലോ, അമ്മയും കുഞ്ഞും, കന്യാമറിയോ ഉണ്ണിയേശു. അപ്പോൾ ഈ കന്യാമറിയോ ഉണ്ണിയേശുവും വരയ്ക്കുന്ന സമയത്ത് അവർ സ്വീകരിക്കുന്ന ഒരു രീതിയും അതിനു മുമ്പുണ്ടായിരുന്ന കന്യാമറിയോ ഉണ്ണിയേശുവും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൗതുകമുള്ളൊരു കാര്യം കാണാം. ഒരു 13-14 നൂറ്റാണ്ട് മുതൽ യൂറോപ്യൻ കലയിൽ മഡോണ ആൻഡ് ദി ചൈൽഡ് ഉണ്ട്, കന്യാമറിയോ ഉണ്ണിയേശു. ലണ്ടൻ ഗാലറിയിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഈ 14-ാം നൂറ്റാണ്ടിലെ കന്യാമറിയത്തിലൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യം, ഉണ്ണിയേശുവിലൊക്കെ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു അമ്മയും കുഞ്ഞുമൊക്കെ തന്നെയാണ്, 6 മാസമൊക്കെ പ്രായമുള്ള ഒരു ശിശു തന്നെയാണ് ഉണ്ണിയേശു എങ്കിലും മൂപ്പരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 35 വയസ്സുണ്ടാവും. ആദ്യ ഗൗരവത്തിൽ ചിലർക്ക് മാർപ്പാപ്പയുടെ കോട്ടൊക്കെ തന്നെയുണ്ട്, നോക്കി അറിയാൻ പറ്റും. നമ്മുടെ ഓർത്തഡോക്സ് സഭയിലെ മാർപ്പാപ്പമാരുണ്ടല്ലോ, അവരെ പോലെ കോട്ടൊക്കെ ഇട്ട് തലയിൽ കിരീടമൊക്കെ ചൂടിയിട്ടുള്ള ഉണ്ണിയേശുവിനെ കാണാം. കാരണം ദൈവത്തിന് മാനുഷികതയുടെ അപരമായിട്ടല്ലാതെ ദൈവത്തിന് മാനുഷികതയുടെ സ്വാഭാവിക രൂപത്തിൽ നിലനിൽക്കുക സാധ്യമല്ല. മറിച്ച് റൈസൻസ് ചെയ്ത ഒരു വലിയ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനുഷികതയുടെ വിപരീതമാണ് ദൈവികത എന്നതിന് പകരം മാനുഷികതയുടെ പൂർത്തീകരണമാണ് ദൈവികത എന്നതിലേക്കെത്തി. അതുകൊണ്ട് റാഫേലിൽ നിങ്ങൾ നോക്കിയാൽ കാണുന്നത് 6 മാസമോ 1 വയസ്സോ പ്രായമുള്ള ഒരു ശിശുവിൻ്റെ ശരീരം മാത്രമല്ല, ആ ശിശുവിൻ്റെ സഹജമായ ഭാവഭാവങ്ങളിൽ തന്നെ ഉണ്ണിയേശുവിനെ കാണാം. ദൈവം ഇല്ലാണ്ടാവുകയല്ല, ദൈവം പക്ഷേ മാനുഷികതയുടെ വിപരീതമല്ലാണ്ടാകുന്നു. ദൈവം മാനുഷികതയുടെ പൂർത്തീകരണം, പൂർണ്ണതയായിത്തീരുന്നു. എന്തുകൊണ്ട്? നവോത്ഥാനം ലോകത്ത് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയപരമായ പുനഃക്രമീകരണം അത് ലോകയാഥാർത്ഥ്യത്തെ മനുഷ്യകേന്ദ്രിതമാക്കി എന്നതാണ്. ആന്ത്രോപ്പോസെൻട്രിസം എന്ന് നമ്മൾ ആധുനികതയെ വിളിക്കുന്നതിൻ്റെ പ്രാരംഭസ്ഥാനം നവോത്ഥാനം ആയിരുന്നു. അതുകൊണ്ടാണ് ഡെക്കാമറൺ എന്ന് പറയുന്നത് പ്രധാനമായി തീർന്നത്. ഡെക്കാമറണിൽ അതുവരെ ബൊക്കാച്ചിയോ എഴുതിയതുപോലൊരു കഥയില്ല. ഒരു സന്ധ്യാസമയത്ത് ഒരു നഗരസത്രത്തിൽ കുറേ ആളുകൾ ഒത്തുകൂടുകയും അവർ കള്ളുപിടിച്ചതിൻ്റെ കഥ, അവർ വ്യഭിചരിച്ചതിൻ്റെ കഥ, അവർ കച്ചവടം നടത്തിയതിൻ്റെ കഥ, അവർ തമ്മിൽ വഴക്കടിച്ചതിൻ്റെ കഥ, ഇതൊക്കെ പറയുകയും ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ട് ഇത് സാഹിത്യമാണ് എന്ന് പറയുകയും ചെയ്തു. അതുവരെ സാഹിത്യം അങ്ങനെയല്ല. അതുവരെ സാഹിത്യം ദൈവം, പിശാച്, മനുഷ്യർ, അതിൻ്റെ ഇടയിലുള്ള വലിയ ഗഹന പ്രശ്നങ്ങളാണ്. അതിൽ നിന്ന് പോയി നാട്ടുവഴക്കായി. ചന്തുമേനോൻ പറഞ്ഞത് വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വായിക്കാൻ വേണ്ടി എഴുതിയതാണ് ഈ കഥ. മൂപ്പരും സ്വന്തം നിലക്ക് നല്ല സാഹിത്യമായി കരുതിയത് മയൂര സന്ദേശമാണ് കേട്ടോ. ഉത്തമ സാഹിത്യമായിട്ട് ചന്തുമേനോൻ സ്വയം കരുതിയത് മയൂര സന്ദേശമാണെന്ന് മാത്രമല്ല, സ്വന്തം ചിലവിൽ 500 കോപ്പി അച്ചടിച്ച് നാട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് നാട്ടുകാർ വായിച്ചില്ല, അത് വേറെ കാര്യം. പക്ഷേ മൂപ്പരത് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാഹിത്യത്തെക്കുറിച്ചുള്ള വ്യവസ്ഥാപിത ധാരണ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് മനുഷ്യർ തള്ളിക്കയറുന്നത്. ഈ തള്ളിക്കയറ്റം നിങ്ങൾക്ക് വാസ്തവത്തിൽ ഇന്ദുലേഖയുടെ ആമുഖത്തിൽ ചന്തുമേനോൻ ചിത്രകലയെ ആശ്രയിക്കുന്നുണ്ട്. മുമ്പ് എങ്ങനെയാണോ നമ്മുടെ ചിത്രങ്ങളിലൊക്കെ മനുഷ്യർക്കൊരു നിലക്ക് നിൽക്കാൻ പാടില്ലാത്ത മട്ടിൽ നിൽക്കുന്ന ദൈവങ്ങളും മറ്റുമൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നത്, അതിനു പകരം സ്വാഭാവിക മനുഷ്യപ്രകൃതി ചിത്രങ്ങളിൽ വന്നതുപോലെ മുൻകാലങ്ങളിൽ ഐതിഹാസിക രൂപങ്ങളിലും ഐതിഹ്യാത്മകമായും വന്നിരുന്ന ജീവിതത്തിന് പകരം സാധാരണ ജീവിതം ഞാൻ എഴുതാൻ ശ്രമിക്കുകയാണ് എന്ന് ചിത്രകലയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് തൻ്റെ രചനാരീതിയെ ചന്തുമേനോൻ ഇന്ദുലേഖയുടെ 2ാം പതിപ്പിൻ്റെ ആമുഖത്തിൽ സാധൂകരിക്കുന്നത്. പുതിയൊരു കാലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കലയിലെ ചരിത്രം എന്ന് പറയുന്നത് എന്താ പറയുക, കലാചരിത്രം എന്ന നിലയിൽ, അതുപോലെ കലാചരിത്രം എന്ന നിലയിൽ, കലചരിത്രത്തിൽ എന്ന നിലയിൽ, ഈ 3 നിലകളിലും പ്രവർത്തിക്കാം. ഈ 3ാമത്തെ തലത്തിലെത്തുമ്പോൾ കല എന്ന് പറയുന്നത് അപ്പുറമുള്ള ലോകയാഥാർത്ഥ്യത്തെ ഏതോ നിലയിൽ പകർത്തിക്കാണിക്കുന്ന ഒരു പണിയല്ലാണ്ടാവുകയും മറിച്ച് ആ ലോകയാഥാർത്ഥ്യത്തിൻ്റെ നിർമ്മാണത്തിലും അതിൻ്റെ ശിഥിലീകരണത്തിലും പങ്കുചേരുന്ന ഒരു ഭാവശക്തിയായി തീരുകയും ചെയ്യും. കലയുടെ മൗലികത ഈ 3ാമത്തെ പ്രതലത്തിലാണ്. അത് ചരിത്രപരമായിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് പോലെ
അവരുടെ സാമൂഹ്യ ദർശനത്തിനുള്ള തെളിവ് സാമഗ്രിയാണ് എന്നതുകൊണ്ടല്ല. വാസ്തവത്തിൽ സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ കലയോട് ചെയ്ത വലിയൊരു ദ്രോഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സോഷ്യൽ തിയറി ഉണ്ടാക്കും. ആ സോഷ്യൽ തിയറിക്കുള്ള തെളിവ് ഈ ടെക്സ്റ്റ് വായിച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നും പറക്കിയെടുത്തിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് ഇതാണ് ഈ ടെക്സ്റ്റ് എന്ന് പറയും. നോക്കൂ, അതൊന്നുമല്ല ഈ ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിൽ വേണമെങ്കിൽ അതും ഉണ്ടാവാം, പക്ഷെ അതിനെ ഭേദിച്ചു പോകുന്ന എത്രയോ ഘടകങ്ങൾ ഈ ടെക്സ്റ്റിൽ ഉണ്ടാവും. ഒരു കലാവസ്തു സൂക്ഷ്മ ചരിത്രമായി തീരുന്നത് ഒരു ഭാഗത്ത് അത് ചരിത്രത്തിൻ്റെ ഈ ഇരുണ്ട ഇടങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ടും മറുഭാഗത്ത് മനുഷ്യാനുഭവത്തിൻ്റെ നിർമ്മാണ സാമഗ്രി എന്ന നിലയിൽ സ്വയം പ്രവർത്തിച്ചുകൊണ്ടുമാണ്. അതായത് ചന്തുമേനോൻ്റെ നോവലിൽ നിങ്ങൾ കോഴിക്കോട് വികസിച്ച് തെളിഞ്ഞു വരുന്ന പുതിയ തുണിമില്ലുകളെ കുറിച്ച് കാണുന്നുണ്ട്. ആ തുണിമില്ലുകൾ എങ്ങനെയാണോ ആധുനികതയുടെ അടയാളമായിരിക്കുന്നത്, അതുപോലെ ആധുനികതയുടെ മറ്റൊരു നിർമ്മാണ സാമഗ്രിയാണ് ചന്തുമേനോൻ്റെ നോവലും. അല്ലാതെ തുണിമില്ലിൻ്റെ കഥ പറഞ്ഞ ഒരു സാഹിത്യരൂപമല്ല. തുണിമില്ല് എങ്ങനെയാണോ മോഡേണിറ്റിയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂട്ടീവ് എലമെൻ്റ് ആയിരിക്കുന്നത്, അതേ നിലയിൽ ആധുനികതയുടെ ഒരു സംസ്ഥാപന ഘടകമാണ് നോവലും. ഇങ്ങനെ കലയ്ക്ക് ഇന്ത്യൻ ദേശീയതയുടെ നിർമ്മാണത്തിൽ എങ്ങനെയാണോ രാഷ്ട്രീയ പ്രയോഗങ്ങൾ പങ്കുചേർന്നത്, അതുപോലെ കലയും പങ്കുചേർന്നു. ഹിന്ദു ദേശീയതയെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഘടകങ്ങളിലൊന്ന് ഈ അപനീന്ദ്രനാഥ് വരച്ച ഭാരതമാതാവാണ്. അപനീന്ദ്രൻ്റെ ഭാരതമാതാവ് എന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 2 പതിറ്റാണ്ട് കാലം ഇന്ത്യൻ ദേശീയതയുടെ കേന്ദ്രബിംബമായി. ആ കേന്ദ്രബിംബം ഹിന്ദുത്വത്തിൻ്റെ ഒരു രാഷ്ട്രീയ യുക്തിയെ നമ്മുടെ ദേശീയതയോട് ബന്ധിപ്പിച്ച് മനുഷ്യബോധത്തിൽ ഉറപ്പിക്കുന്നതിൽ വഹിച്ച പങ്ക് എത്രയോ വലുതാണ്. സിസ്റ്റർ നിവേദിത പറയുന്നുണ്ട്, എനിക്ക് പണമുണ്ടായിരുന്നെങ്കിൽ ലക്ഷോപലക്ഷം കോപ്പികൾ അച്ചടിച്ച് ഇത് ഈ രാജ്യത്തെ മുഴുവൻ വീടുകളിലും എത്തിക്കുമായിരുന്നു എന്ന്. അവരച്ചടിച്ചില്ലെങ്കിലും എത്തി കേട്ടോ. ഇനി ചിത്രം എത്തിയില്ലെങ്കിലും സംഗതി എത്തി. ഇതിനെ പിന്നെ ഭേദിച്ചത് വാസ്തവത്തിൽ ഗാന്ധി വന്നിട്ടാണ്. അത് വേറെ കഥ. ഈ യുക്തിയോട് വേറൊരു നിലയിൽ ഇടയുന്നത് ഗാന്ധിയാണ്. ഞാൻ പറഞ്ഞത്, ഈ അപനീന്ദ്രനും അതുപോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ആളുകളും ചേർന്ന് ബംഗാൾ സ്കൂൾ എന്ന് പറയുന്ന ഒരു ഫ്രെയിം ഉണ്ടാക്കുകയും ഒരു ചട്ടക്കൂടുണ്ടാക്കുകയും ഭാരതീയത എന്ന് പറയുന്നതിനെ അന്നത്തെ ദേശീയതാ സങ്കല്പത്തിൻ്റെ കുലീനതാ വ്യവഹാരത്തോടൊത്തുപോകുന്ന മട്ടിൽ നിർമ്മിച്ചെടുക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു രൂപനിർമ്മാണ രീതി, അതിൻ്റെ ഒരു രചനാ സമ്പ്രദായം, വാഷ് ടെക്നിക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു രചനാരീതി ഉണ്ടാക്കി. ഇങ്ങനെ അജന്തയിൽ നിന്ന് കിട്ടിയത് എന്ന് അവർ പറയുന്ന മട്ടിലുള്ള ഒരു രേഖാസമ്പ്രദായം ഉണ്ടായി. കാറ്റടിച്ചാൽ മരിച്ചു പോകുന്ന തരം മനുഷ്യരാണ് അതിൽ മിക്കവാറും കാണുക. KG സുബ്രഹ്മണ്യം പറയുന്നുണ്ട്, അപനീന്ദ്രൻ തൻ്റെ വീടിൻ്റെ 2-ാം നിലയിൽ ഇരുന്ന് താഴോട്ട് നോക്കിയതല്ലാതെ ഒരിക്കൽ പോലും താഴേക്ക് ഇറങ്ങിയിട്ടില്ല. താഴേക്ക് ഇറങ്ങിയത് പിന്നെ നന്ദലാൽ ബോസാണ്. താഴേക്ക് ഇറങ്ങിയത് പിന്നെ ജാമിനി റായാണ്. ജാമിനി റായി നന്ദലാൽ ബോസൊക്കെ താഴേക്ക് ഇറങ്ങുകയും ഫൈസാബാദ് കോൺഗ്രസ് സമ്മേളനത്തിനും ലക്നൌവിലെ സമ്മേളനത്തിനും ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിനുമൊക്കെ പോസ്റ്റർ വരച്ച് ആ പോസ്റ്റർ കൊണ്ടു നടന്ന് ഒട്ടിക്കുന്ന ഒരാളായിട്ട് നന്ദലാൽ ബോസ് മാറിയതോടെ നന്ദലാൽ ബോസിൻ്റെ ചിത്രഭാഷ മാറി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗാന്ധി ഉരുക്കുപോലെ വരയ്ക്കപ്പെട്ട ഒരു ചിത്രമാണ് നന്ദലാൽ ബോസിൻ്റെ ചിത്രം. ഒരുപക്ഷെ ഗാന്ധിയെ നോക്കിയാൽ ഒരു ഉരുക്കിൻ്റെ ഭാഷയാണ് ഗാന്ധിയിൽ കാണാം. നമ്മുടെ ഭരണഘടനയിലുള്ള ഗാന്ധിയുടെ ചിത്രം അത് അത്ര ബലിഷ്ഠമായൊരു ഗാന്ധി ചിത്രം നിങ്ങൾ വേറെ എവിടെയും കാണില്ല. ഗാന്ധി താരതമ്യേന വളരെ അയവാർന്നതാണല്ലോ. ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വടികുത്തി ദണ്ഡി മാർച്ചിൻ്റെ ചിത്രമാണത്. പക്ഷേ അമ്മാതിരി ബലത്തിലാണ് ഈ നന്ദലാൽ ബോസ് വരയ്ക്കുന്നത്. അത് വേറൊരു ഭാഷ ഉണ്ടാക്കുകയാണ്. അത് ദേശീയതയുടെ ഒരു കീഴ്ത്തട്ടിൽ നിന്നുള്ള ഒരു ഭാഷ ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ജാമിനി റായെ പോലെ ഒരാൾ ഒക്കെ ഈ ബംഗാൾ സ്കൂൾ വികസിപ്പിച്ചെടുത്ത ഒരു യുക്തിക്കെതിരെ നീങ്ങാൻ തുടങ്ങുകയും ഒരു തരത്തിൽ ആനന്ദകുമാരസ്വാമിയും അല്ലെങ്കിൽ ഓക്കാക്കുറയും EB ഹാവേലും അപനീന്ദ്രനും ഒക്കെ ചേർന്ന് ഒട്ടൊക്കെ ഇമാജിനേറ്റീവായ ഒരു ഇന്ത്യൻ ഭൂതകാലത്തെ ആദർശാത്മകമായി കണ്ടെടുത്തതിനെതിരെ കാളിഘട്ടിലെ വരയെ ഇന്ത്യൻ വരയാക്കി, ആദിവാസിയുടെ വരയെ ഇന്ത്യൻ വരയാക്കി. നോക്കൂ, സ്വാമിനാഥനും രാംകിങ്കറും അല്ലെങ്കിൽ ജാമിനി റായും ചെയ്യുന്നൊരു കാര്യം വിപ്ലവം വിജയിക്കട്ടെ എന്ന് പറയല്ല. ചിത്രത്തിൻ്റെ രൂപം മാറ്റുകയും ഭാഷ മാറ്റുകയും ബലിഷ്ഠതയുടെ പുതിയൊരു പ്രകാരം കൊണ്ടുവരികയും ജാമിനി റായ് ആണെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ താൻ വരച്ചതിൻ്റെ കീഴിൽ ഒപ്പിടേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഈ വരച്ചതിൻ്റെ കീഴിൽ ഒപ്പിടാന്ന് പറഞ്ഞാൽ ഞാൻ വരച്ചു എന്നാണല്ലോ.
വാസ്തവത്തിൽ അത് ബൂർഷ്വാസിയുടെ ഒരു ക്ലെയിമാണ് എന്ന് നമുക്കറിയാം. കാരണം നിങ്ങൾ എഴുതിയ ഒരു വാക്ക്, നിങ്ങൾ വരച്ച ഒരു വര നിങ്ങളുടേതാണ് എന്നുള്ളത് വാസ്തവത്തിൽ ആധുനികതയുടെ ബൂർഷ്വാധുനികതയുടെ ഒരു ഘട്ടത്തിലുണ്ടായ ഒരു ക്ലെയിമാണല്ലോ. അല്ലാതെ ഇപ്പം ഞാൻ കവിത എഴുതുന്നു, അതിൻ്റെ കോപ്പിറൈറ്റ് എനിക്കാണ് എന്ന് പറയുന്നതിൽ വാസ്തവത്തിൽ പരിമിതമായൊരർത്ഥമല്ലേ ഉള്ളൂ. പണ്ട് ഈ കവിത എഴുതി കാശ് വേണം എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് വലിയ പരിഹാസം ഉണ്ടായിരുന്നു കേട്ടോ. പഴയൊരു കവിതയിലെ രണ്ടുപേരും ഇങ്ങനെയാണ്: കവനത്തിന് കാശ് വേണമ്പോൾ ശിവനെ സാഹിതി തേവിടിശിയോ എന്നാണ്. കവിത എഴുതി കാശ് വാങ്ങുക എന്ന് പറഞ്ഞാൽ വ്യഭിചാരമാണെന്നാണോ? പക്ഷെ വള്ളത്തോളിൻ്റെ കാലമായപ്പോഴേക്കും മൂപ്പര് ഇതൊക്കെ മാറ്റിയിട്ട് എന്താക്കിയെന്ന് വെച്ചാൽ ഒരു വാക്കിന് 5 പൈസ എന്നാണ് മൂപ്പർക്ക്. മൂപ്പര് കവിത അയച്ചു കൊടുക്കും, മാതൃഭൂമി 5 രൂപ പ്രതിഫലം അയച്ചാൽ മൂപ്പര് അടുത്ത ആഴ്ച കത്തയക്കും. ഞാൻ എഴുതിയ കവിതയിൽ ഇത്ര വാക്കുണ്ട്, വാക്കൊന്നിന് 5 പൈസ വെച്ച് കവിതയുടെ മൊത്തം വില 6 രൂപ 35 പൈസയാണ്. നിങ്ങൾ 5 രൂപ അയച്ചു, ബാക്കി 1 രൂപ 35 പൈസ മടക്ക തപാലിൽ അയച്ചു തരണം എന്ന് പറഞ്ഞ് കത്തയക്കും. ഏതാണ് ഈ വാക്ക്? അച്ഛനും മകളും 10 പൈസയായി, ശിഷ്യനും മകനും 10 പൈസയായി. ഇതെവിടെ നിന്ന് വന്നു ഈ പൈസ? എവിടെ നിന്ന് വന്നു ഈ ക്ലെയിം? നോക്കൂ, ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് സാധാരണ വാക്കാണ്. പക്ഷെ ആ വാക്ക് കവി ഉപയോഗിക്കുമ്പോൾ കവിയുടെ ആന്തരികമായ ചൈതന്യം അതിൽ പ്രവർത്തിച്ച് കവിതയ്ക്ക് പുതിയൊരു അനുഭവ മൂല്യം കൈവരുന്നു എന്ന് കവിയും നാട്ടുകാരും വിശ്വസിക്കുമ്പോഴാണ് ഈ 10 പൈസ കിട്ടുന്നത്. അല്ലാതെ ഇത് വന്നിട്ടൊന്നും ആവണമെന്നില്ല കേട്ടോ. പക്ഷെ കിട്ടും. ഞാൻ പറഞ്ഞു വന്നത് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കലായ ഒരു പോയിന്റാണ്. അതുകൊണ്ട് വരച്ചതിൻ്റെ അടിയിൽ ഒപ്പിടണോ വേണ്ടയോ എന്നുള്ളത് വാസ്തവത്തിൽ ചരിത്രത്തോടൊരു കല നടത്തുന്ന ഏറ്റുമുട്ടലാണ്. ഞാൻ വരച്ചത് ഞാൻ വരച്ചതാണ്. ഇപ്പം കേസരി പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ചുമർചിത്രങ്ങളിൽ പേർഷ്യൻ ഭൂഭാഗ ചിത്രണങ്ങളിലെ രേഖാസമ്പ്രദായത്തിൻ്റെ തുടർച്ച കേരളത്തിലെ അമ്പലച്ചുമർ ചിത്രത്തിലുണ്ട് എന്ന്. നോക്കൂ, എന്തൊരു വിനിമയത്തിൻ്റെ ചരിത്രമാണ്. പേർഷ്യയിലെ ഭൂഭാഗ ചിത്രണ സമ്പ്രദായങ്ങൾ കൈമാറി തിരിഞ്ഞു വന്ന് നമ്മുടെ രേഖാസമ്പ്രദായത്തിലേക്ക് എത്തി നമ്മുടെ ചുമർചിത്രകലയിലേക്ക് എത്തിച്ചേരുന്നു. എന്നിട്ട് നമ്മൾ പറയും കേരളീയ കല എന്ന് പറയും. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മളുടെ ഒരു വലിയ റിഡക്ഷൻ്റെ പുറത്താണ് കലയ്ക്ക് മുകളിലുള്ള ഉടമാവകാശം. ഇതിനോടാണ് ജാമിനി റായ് ഇടയുന്നത്. അപ്പം അതുകൊണ്ട് ജാമിനി റായിയെ പോലെ ഒരാൾ, നന്ദലാൽ ബോസിനെ പോലെ ഒരാൾ, അല്ലെങ്കിൽ അപനീന്ദ്രനാഥനെ പോലെ ഒരാൾ ഒക്കെ അവർ ചരിത്രത്തിൽ ഇടപെടുകയും ലോകത്തെ കാണാനുള്ള ഒരു ക്രമത്തെ പുതുതായി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. ഇവിടേക്കാണ് പിന്നീട് മോഡേണിസ്റ്റുകൾ വരികയും മോഡേണിസത്തിൻ്റെ കല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രൂപവിച്ഛിത്തികളുടെ, സംഘർഷങ്ങളുടെ, വൈരുദ്ധ്യങ്ങളുടെ, ചെതറലുകളുടെ കലയായിട്ട് മാറുകയും ചെയ്തത്. അതിൻ്റെ വിശദീകരണം ഞാനിവിടെ പറയുന്നില്ല. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതുകൊണ്ട് കലയും ചരിത്രവും തമ്മിലുള്ള വിനിമയത്തിൻ്റെ രീതി എന്താണ്? ഞാൻ കരുതുന്നത് 3 പ്രതലങ്ങളിൽ ഒരു കലാവസ്തു ചരിത്രവുമായി വിനിമയത്തിൽ ഏർപ്പെടും എന്നാണ്. ഒന്ന് അതിൻ്റെ പ്രമേയതലാണ്. ഒരു കലാവസ്തു ചിലപ്പോൾ പ്രമേയങ്ങളെ ഏറ്റെടുക്കും. ആ പ്രമേയങ്ങളിലൂടെ അത് ചില വസ്തുയാഥാർത്ഥ്യങ്ങളെ സൂചിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ രവിവർമ്മ ഹിയർ കംസ് പപ്പ എന്ന് പറഞ്ഞൊരു ചിത്രം വരയ്ക്കുന്നു. അത് മരുമക്കത്തായത്തിൽ നിന്നും മക്കത്തായത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഫേസിനെ സൂചിപ്പിക്കുകയാണെന്നും ക്യാൻവാസിലില്ലാത്ത അച്ഛൻ ചരിത്രത്തിലില്ലാത്ത അച്ഛനാണെന്നും ക്യാൻവാസിലേക്ക് അയാൾ വരുന്നുണ്ട്, ചരിത്രത്തിലേക്ക് അയാൾ വരുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് എന്നുമൊക്കെ ആ ചിത്രം ധാരാളമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തെ മുൻനിർത്തി ഗോയ വരയ്ക്കുന്ന ചിത്രമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്തുയാഥാർത്ഥ്യങ്ങളെ, സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ പ്രമേയപരമായി പ്രതിനിധാനം ചെയ്യുന്ന, സൂചിപ്പിക്കുന്ന തരത്തിൽ കലയിൽ സാമൂഹ്യ ചരിത്രം ഇടപെടാം. അതൊരു വഴിയാണ്. ഏത് കലയിലും കേട്ടോ. ഇപ്പോൾ രണ്ടിടങ്ങഴി എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളി സമരമാണ്. വിഷകന്യ എന്ന് പറയുന്നത് വയനാട്ടിലേക്കുള്ള കുടിയേറ്റമാണ്. ഇതെല്ലാം വസ്തുതകളാണ്. ഈ വസ്തുതകൾ, അതായത് സോഷ്യൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് കലയുടെ പ്രമേയമായിട്ട് പല നിരയിൽ വരാം. അങ്ങനെ കലയും ചരിത്രവും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ നടക്കാം. രണ്ടാമത്തൊരു തലം എന്ന് പറയുന്നത്, ഒരു പക്ഷേ വളരെ ആഴത്തിലുള്ള ഒരു തലമെന്ന് പറയുന്നത്, കലയിൽ ചരിത്രം ഇടപെടുന്നത് അതിൻ്റെ രൂപസംവിധാനത്തിൻ്റെ തലത്തിലാണ്. നിർഭാഗ്യവശാൽ നമ്മൾ ഈ രൂപത്തെ ചരിത്രവുമായി ബന്ധിപ്പിച്ച് ആലോചിക്കുക എന്നുള്ളത് താരതമ്യേന വളരെ കുറഞ്ഞ് നടന്ന ഒരു സ്ഥലമാണ് കേരളം. രൂപമെന്ന് പറയുന്നത് നിർഭാഗ്യവശാൽ നമ്മുടെ ഒരു മോശപ്പെട്ട വാക്കായി തീരുകയും രൂപഭദ്രൻ എന്നതൊരു ഘട്ടത്തിലൊക്കെ ഒരു ആക്ഷേപപദമായിട്ട് മാറുകയും ചെയ്തൊരു ചരിത്രം കേരളത്തിലുണ്ട്. ലൂക്കാച്ച്, മാർക്സിസ്റ്റ് ചിന്തകന്മാരിൽ വളരെ പ്രധാനിയായ ലൂക്കാച്ച് പറയുന്നുണ്ട്,
സാമൂഹ്യ ചരിത്രം ഏറ്റവും ആഴത്തിൽ ഘനീഭൂതമായ നിലയിൽ കലയിൽ പ്രവർത്തിക്കുന്നത് രൂപത്തിലാണ്. ടെറിഗിൾട്ടൺ ലൂക്കാച്ചനെ കുറിച്ച് എഴുതുമ്പോൾ പറയുന്നൊരു കാര്യം, ഒരു മാർക്സിസ്റ്റിൽ നിന്ന് ഒരാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പ്രസ്താവനയാണ്. കാരണം രൂപത്തിലേക്കല്ല മാർക്സിസ്റ്റുകൾ പൊതുവെ നോക്കുക, അതിൻ്റെ ആവിഷ്കാരത്തിലേക്കും പ്രമേയത്തിലേക്കാണ്. പക്ഷേ ഈ ലൂക്കാച്ച് പറഞ്ഞത് ആഴത്തിൽ രൂപം ചരിത്രപരമാണ്. പിന്നീട് ഫ്രെഡറിക് ജെയിംസിനൊക്കെ അത് പല രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട്. കാരണം രൂപമെന്ന് പറയുന്നത് നമുക്ക് ആശയങ്ങൾ കോരി നിറയ്ക്കാൻ പറ്റുന്നൊരു പാത്രമല്ലെന്നും, രൂപമെന്നത് വാസ്തവത്തിൽ സോഷ്യൽ ഹിസ്റ്ററി വളരെ ആഴത്തിൽ കയറി പ്രവർത്തിച്ച് പരിണമിച്ചുകൊണ്ടേയിരിക്കുന്ന വലിയൊരു സംഘർഷവേദിയാണ് രൂപം എന്നത്. ഇപ്പോൾ ഒരു രൂപം, ഭാവഗാനം എന്ന ഒരു കാവ്യരൂപം എടുത്താൽ ആ ഭാവഗാനത്തിൻ്റെ രൂപസംവിധാനത്തെ നിങ്ങൾ മനസ്സിൽ സ്വീകരിക്കുമ്പോൾ തന്നെ ഉപയോഗിക്കാവുന്ന പദങ്ങളും ഉപയോഗിക്കാൻ പാടില്ലാത്ത പദങ്ങളും എന്ന ഒരു വിവേചനം വരുമല്ലോ. ഇപ്പോൾ കുമാരനാശാൻ എഴുതിയതുപോലെ ആകാശങ്ങളെ അണ്ടരാശികളോടും ഭക്ഷിക്കും ആകാശമായി എന്ന് ഒരു ഭാവഗാനത്തിൽ എഴുതി തുടങ്ങാൻ പറ്റില്ലല്ലോ. ഭാവഗാനം അങ്ങനെയൊന്നും പറ്റില്ല. വളരെ പേലവുമായ, സട്ടിലായ, തൊട്ടാപ്പ പൊട്ടിപ്പോകാവുന്ന മട്ടിലുള്ളൊരനുഭവത്തെയാണല്ലോ ഭാവഗാനം പ്രകാശിപ്പിക്കാൻ. അത് വേറൊരു ഭാഷ ആവശ്യപ്പെടുന്നു. എന്നാലൊരു മഹാകാവ്യത്തിനോ ഒരു ഖണ്ഡകാവ്യത്തിനോ മറ്റൊരു നിലയിലൊരു രൂപമുണ്ട്. ദാറ്റ് മീൻസ് ഒരു രൂപമെന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ എൻറ്റിറ്റിയാണ്. ഇപ്പോൾ അതേക്കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു വിശദീകരണം ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ഹാംലെറ്റിനെ കുറിച്ചിട്ട് ടി.എസ്. എലിയറ്റ് ഉയർത്തിയ വലിയ വിമർശനമുണ്ടല്ലോ. ഹാംലെറ്റ് ഒരു പരാജയപ്പെട്ട നാടകമാണ് എന്നാണ് എലിയറ്റ് പറയുക. അതാണ് ഒരു ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഫ്രെഡറിക് ജെയിംസൺ അതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യം, വാസ്തവത്തിൽ ഹാംലെറ്റിൻ്റെ പരാജയം എന്ന് എലിയറ്റ് കരുതുന്നതിന് പിന്നിലുള്ള പ്രശ്നം എന്താണ്? അദ്ദേഹം പറയുന്നത് ഹാംലെറ്റിൻ്റെ ഫോമും ഹാംലെറ്റിൽ ആവിഷ്കൃതമാകുന്ന അനുഭൂതിയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. ഹാംലെറ്റിൻ്റെ ഫോം എന്താണ്? ഹാംലെറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് മധ്യകാല പ്രതികാര നാടകങ്ങളാണ്. മിഡീവൽ റിവഞ്ച് ട്രാജഡികളുടെ പാറ്റേണിലാണ് ഹാംലെറ്റ് എഴുതിയിരിക്കുന്നത്. ഈ മധ്യകാല പ്രതികാര ദുരന്ത നാടകങ്ങളുടെ പാറ്റേൺ ഒരു ഭാഗത്തും, എന്നാൽ ഹാംലെറ്റ് കുമാരൻ എന്ന് പറയുന്നതാകട്ടെ വളരെ ആധുനികമായ ക്ഷണം തോറും മാറിമറിയുന്ന മനോഭാവങ്ങളോട് കൂടിയ ഒരു ആധുനിക വ്യക്തിബോധത്തിൻ്റെ പ്രതിനിധിയായ ഹാംലെറ്റ് കുമാരൻ മറുഭാഗത്ത്. അപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആധുനികമായ വ്യക്തിബോധത്തിൻ്റെ ഈ ക്ഷണികതയെ, സന്നിഗ്ധതയെ, അതിൻ്റെ പേലവത്വത്തെ താരതമ്യേന വളരെ റിജിഡായിട്ടുള്ള മധ്യകാല ദുരന്ത നാടകത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുന്നത് വഴി ഉണ്ടാകുന്ന സംഘർഷമാണ് ഹാംലെറ്റിൻ്റെ പ്രോബ്ലം. ഒരു രൂപം, കേരളത്തിൽ ഈ പ്രശ്നമുള്ള ഒരു ടെക്സ്റ്റ് ഉണ്ട്, നളയരുതം. നളയരുതത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 20-ാം നൂറ്റാണ്ട് വരെ നളയരുതത്തെക്കുറിച്ചുണ്ടായിരുന്ന ഒരു നിരീക്ഷണം എന്താ വെച്ചാൽ ആടാനും പാടാനും പറ്റാത്ത കഥ എന്നാണ്. കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുകയില്ല, ആടാനും പാടാനും കൊള്ളാത്തതാണ്. കാരണം കഥകളിയുടെ വ്യവസ്ഥാപിതമായ ക്രമത്തിനകത്തൊരു നിലയ്ക്കും വഴങ്ങുന്നില്ല, സുനിശ്ചിതമായ ഭാവങ്ങളില്ല, സുനിശ്ചിതമായ അനുഭവങ്ങളില്ല, അനുക്ഷണം പരിണമിക്കുന്നു. മറ്റേ ദമയന്തി നളനോട് പറയും, സ്നേഹസദൃശ്യം ചെയ്യുക സ്മരണവും, നീ എന്നെ ഓർക്കണം. എത്രത്തോളം ഓർക്കണം? സ്നേഹമുള്ളിടത്തോളം. ഇങ്ങനെ സ്നേഹമെന്ന് പറയുന്നതിനെ വളരെ ആധുനികമായൊരു മൂല്യമായി കണ്ട് അതിനെ ആവിഷ്കരിക്കുന്ന മട്ടിലുള്ള അവതരണങ്ങൾ നിങ്ങൾക്ക് നളയരുതത്തിൽ കാണാം. 18-ാം നൂറ്റാണ്ട് ഒടുവിൽ എഴുതപ്പെട്ടതാണെങ്കിലും 20-ാം നൂറ്റാണ്ടിലാണ് ആധുനിക കേരളം ഉറച്ചതോടെയാണ് മനുഷ്യപ്രകൃതങ്ങളുടെ നിരന്തര പരിണാമമെന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രമേയമായി കേരളം തിരിച്ചറിയുന്നൊരു ഘട്ടത്തിലാണ് അരങ്ങിലിത് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു രൂപമെന്ന് പറയുന്നത് എപ്പോഴും ഹിസ്റ്റോറിക്കലായ സമ്മർദ്ദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുകൂടിയാണ് നിലനിൽക്കുന്നത് എന്നും, അതുകൊണ്ട് ഒരു രൂപത്തെ ഒലയ്ക്കുക, ഞാൻ നേരത്തെ ഇംപ്രഷനിസ്റ്റെക്കുറിച്ച് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്രഷനിസ്റ്റ് കലയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, എക്സ്പ്രഷനിസ്റ്റ് കല വരാനിരിക്കുന്ന ഫാഷിസത്തെ സൂചിപ്പിച്ചത് പ്രമേയം കൊണ്ടല്ല, അതിൻ്റെ രൂപപരമായ ഒരു
സങ്കീർണത കൊണ്ടും അതിൽ നിറയുന്ന ഇരുട്ടുകൊണ്ടും അത് ഫാഷിസത്തിൻ്റെ സൂചനകളെ മുൻകൂറായി ഏറ്റെടുത്തു എന്ന് പറയാറുണ്ട്. ഇങ്ങനെ ഒരു കലാവസ്തു എന്ന് പറയുന്നത് ആഴത്തിൽ ചരിത്രപരമാകുന്ന ഒരു സ്ഥാനമായിട്ട് അതിൻ്റെ രൂപസംവിധാനത്തെ കാണാൻ പറ്റും. മൂന്നാമത്തെ ഒരു തലം എന്ന് പറയുന്നത് ഒരു കലാവസ്തു ഉളവാക്കുന്ന അനുഭൂതിയുടെ തലം. ഇത് എല്ലാം വേറിട്ട് നിൽക്കുന്നു എന്നല്ല കേട്ടോ, ഞാൻ വിശകലനത്തിന് വേണ്ടി വേറിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് അനുഭൂതിയുടെ തലം? ഒരു കലാവസ്തു നമ്മോട് ചിലത് പറയുന്നു, നാം അതിനോട് എൻഗേജ് ചെയ്യുന്നു, അതുവഴി നാം ഒരു അനുഭവ മൂല്യത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഈ അനുഭൂതിയുടെ തലം വാസ്തവത്തിൽ വളരെ ആഴത്തിൽ ചരിത്രപരമാണ്. ഇപ്പം ചിത്രകലയെ മുൻനിർത്തി ഒരു ഉദാഹരണം പറഞ്ഞാൽ, സെവറിനിയുടെ പെയിൻറ്റിങ്ങുകളെക്കുറിച്ച് പറയുന്ന സമയത്ത് കേസരി പറയുന്നൊരു നിരീക്ഷണമുണ്ട്. സെവറിനിയുടെ ചിത്രങ്ങൾ അബ്സ്ട്രാക്റ്റ് കലയുടെ ഒരു മാതൃകയായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. രൂപരഹിതമായി വ്യവസ്ഥാപിത രൂപങ്ങളില്ലാതെ കേവല രൂപങ്ങളെ ആവിഷ്കരിക്കാൻ കഴിയുമോ എന്നാണ് താൻ പരീക്ഷിച്ചത് എന്ന് സെവറിനി ഒരിക്കൽ പറയുന്നുണ്ട്. കേസരി പക്ഷെ അതിനെക്കുറിച്ച് നടത്തിയ അസാധാരണമായൊരു നിരീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ടാക്കി നിർത്തിയ ഒരു കാറിൻ്റെ ഊർജം വരയ്ക്കാനാണ് സെവറിനി ശ്രമിച്ചത്. നോക്കൂ, ഒരു കാറ് ഓടുന്നത് നിങ്ങൾക്ക് വരയ്ക്കാം, ഒരു കാറ് നിൽക്കുന്നതും വരയ്ക്കാം. സ്റ്റാർട്ടാക്കി നിൽക്കിയ കാറിൻ്റെ ഊർജം കലയിൽ കൊണ്ടുവരാൻ കഴിയുമോ? അതുകൊണ്ട് കല എന്ന് പറയുന്നത് മാറി വരുന്ന ഒരു പുതിയ സന്ദർഭത്തിൻ്റെ അനുഭവ മൂല്യത്തെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയും അനുഭൂതിയുടെ ഒരു പുതിയ പ്രകാരം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കുമാരനാശാൻ്റെ പ്രണയകാവ്യങ്ങളിലൊക്കെ പ്രണയമെന്ന് പറയുന്നത് കേവല പ്രണയത്തിനപ്പുറം നമ്മുടെ സാമൂഹിക വ്യവസ്ഥകൾക്ക് കുറുകെ പായുന്ന അനുഭൂതികളായിട്ട് തീരുകയാണല്ലോ. അതുകൊണ്ടാണ് എന്താ പറയുക, ഒരു സാധാരണ നിലയിൽ പി.കെ. ബാലകൃഷ്ണൻ പറയുന്നുണ്ട്, സാധാരണ നിലയിൽ മനുഷ്യർക്ക് വകവെച്ചു കൊടുക്കാൻ പറ്റുന്ന പ്രേമമൊന്നുമല്ല കുമാരനാശാൻ്റെ നായികമാരുടെ പ്രേമെന്ന്. ഒന്നുകിൽ സന്യാസിയെ പ്രേമിക്കാൻ പോവുക, അല്ലെങ്കിൽ ഭ്രാന്തനെ പ്രേമിക്കാൻ പോവുക, എന്നിട്ട് പുഴച്ചാടി മരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഏർപ്പാടാണ് ഈ പ്രേമത്തിലുള്ളത് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അസാധാരണമായി പ്രകാരങ്ങളിലേക്ക് ആശാൻ്റെ പ്രണയം തിരിഞ്ഞുപോയി എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ നോക്കൂ, ഇപ്പോൾ ആശാൻ്റെ കവിതയിലെ പ്രണയത്തിന് 2-3 പ്രത്യേകതകളുണ്ട്. ഒന്ന്, നായികാ പ്രധാനങ്ങളാണ്. 2, മുഖ്യധാരാ സ്ഥലങ്ങളിലൊന്നും അല്ല. ചുടലപ്പറമ്പ്, കാട്, അല്ലെങ്കിൽ ഹൈമവധഭൂമി ഒക്കെയാണ് ഇത് അരങ്ങേറുന്നത്. 3, അവയൊന്നും ഔപചാരികമായ പ്രണയപരിസമാപ്തിയിൽ അവസാനിക്കുന്നില്ല. ഗാർഹികതയുടെ മണ്ഡലത്തിലേക്ക് പ്രണയം കാലുകുത്തുന്നതേയില്ല. അത് അപ്പം മാത്രമല്ല കേട്ടോ, എപ്പോഴും. കെ.ആർ. ടോണി ഒരു കവിതയിൽ പറയുന്നുണ്ട്, ഒരു കുടുംബം നടന്നു വരുമ്പോൾ ഒരു നരകം നടന്നു വരുന്ന പോലെ എനിക്ക് തോന്നുന്നതാണ്. വൈലോപ്പിള്ളിയുടെ പഴയ കവിതയിൽ കുടുംബം നരകാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഓർക്കണ്ടെന്ന് പറഞ്ഞുവിടാം. നിയമം നിറവേറ്റൽ എത്ര നയം എത്ര അഭിനയം എത്രയാണ് ഈ ദാമ്പത്യത്തിൽ, കുഴിച്ചു നാം അനിഷ്ടസ്മൃതികൾ തന്നെ അഴുക്ക് വരുതിച്ചെന്ന് എത്തുന്നു നരകത്തിൽ എന്ന്. കുഴിക്കാതിരിക്കണതാണ് നല്ലത്. പിന്നെ കേരളീയർ കരുതിയെന്ന് വെച്ചത് വൈലോപ്പിള്ളിയും ഭാര്യയായിട്ടുള്ള വഴക്കിൻ്റെ പ്രശ്നമാണെന്നാണ്. അപ്പോൾ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടല്ലോ. പക്ഷെ വാസ്തവത്തിലൊരു വലിയ സ്ഥാപനത്തെ വൈലോപ്പിള്ളി എങ്ങനെയാണ് അതൊക്കെ നോക്കേണ്ടതാണ് കേട്ടോ. വൈലോപ്പിള്ളിയുടെ ആ കുടിയൊഴിക്കലിൽ എങ്ങനെയാണ്, ഞാൻ ഈ രൂപം എന്ന് പറഞ്ഞതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണത്. അതായത് മധ്യവർഗക്കാരനായ സവർണനായ ഒരു കവി കവിത എഴുതാനിരിക്കുന്നു. ആ കവിയുടെ കാവ്യഭാവനയെ അടിത്തട്ടിൽ നിന്ന് വെല്ലുവിളിച്ചുകൊണ്ടൊരു കീഴാളസ്വരം ഉയർന്നു വരുന്നു, തെറി പറയുന്നു താഴെ നിന്ന്. വൈലോപ്പിള്ളി തുടങ്ങുന്നത്, ഞാനതൊന്ന് പറയാം. അന്തിയുണ്ട് പഴങ്ങൾ തൻ മാംസം മന്ദമന്ദം നുണഞ്ഞതിന് ശേഷം 4 കൂട്ടി മുറുക്കി ഇമ്പത്തിൽ മേളം കൊട്ടി ഞാൻ മേടയിൽ വാഴുകേ, വാസരത്തൊഴിലാളികൾ വന്ന് വാതിലിൽ ദൃഢം മുട്ടിയെന്നാലും മെത്ത കൈവിടാതെൻ്റെ ഞാൻ വരി മറന്നുപോയി. പിന്നാലെ വരുന്ന വരി കവിയുടെ ഭാവന ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പക്കിലോമന പാണ്ടെഴും രാവിൻ നൽ കരിം കുതിരപ്പുറത്തേറി പൂനിലാപ്പുഴ നീന്തി ആകാശസാനുവിൽ കുതിത്തിപ്പൊരി ചിന്തി ഊരി വീണൊരാൽ ആടത്തിനൊപ്പം ദൂരെ അമ്പിളി തെല്ലിനെ തള്ളി
യക്ഷകിന്നര ഗന്ധർവ സംഗീത കാവുപോലും കടന്നവസാനം വിദ്യുതൈന്ദ്രധനുസ്സുകൾ ചൂഴും സത്യസൗന്ദര്യ ഗോപുരം പൂകെ തള്ളിയേറുമൻ കാതിലൊരൂറക്കള്ള് നാറും തെറിയുടെ പൂരം. ഈ അവസാനത്തെ 2 വരിയുണ്ടല്ലോ, വാസ്തവത്തിൽ 2 ലോകവ്യവസ്ഥകൾ അവിടെ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഭാഷയിലാണ്. പക്കിലോമന പാണ്ടെഴും രാവിൻ നൽക്കരിം കുതിരപ്പുറത്തേറി പുനിലാപ്പുഴ നീന്തി ആകാശസാനുവിൽ കുതിത്തിപ്പുരി ചിന്തി ഉരുവീണൊരാൽ ആടത്തിനൊപ്പം ദൂരെ അമ്പിളി തെല്ലിനെ തള്ളി വിദ്യുതൈന്ദ്രധനുസ്സുകൾ ചൂഴും സത്യസൗന്ദര്യ ഗോപുരം പൂകെ. ഇവിടെ വരെ നമ്മൾ കാണുന്നത് ക്ലാസിക്കൽ റൊമാൻറ്റിസിസത്തിൻ്റെ പദാവലിയാണ്. പിന്നാലെ ഒരു വാക്ക് വരുന്നു, തള്ളിയേറുമൻ കാതിലൊരൂറക്കള്ള് നാറും തെറിയുടെ പൂരം. രൂപത്തിലാണ്. കുടിയൊഴുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, രൂപം കൊണ്ടാണ് വൈലോപ്പിള്ളി ഒരു കാലത്തിൻ്റെ മുഴുവൻ സംഘർഷങ്ങളെയും അവിടെ രേഖപ്പെടുത്തുന്നത്. അപാര ഭംഗിയുള്ള മലയാളത്തിലെ അതുല്യമായ കവിതകളിലൊന്നാണ്. അത് നേരിട്ട് വിപ്ലവമൊന്നും പറഞ്ഞിട്ടല്ല, മറിച്ച് ഈ കാലത്തിൻ്റെ മുഴുവൻ വൈരുദ്ധ്യം. വെറുതെ തലയിൽ നര വന്നതിനെക്കുറിച്ച് എഴുതുമ്പോൾ പോലും ഇതുണ്ട്. ഹാ ഭയങ്കരം എൻ തലയിങ്കൽ സ്വാപഹാസം ചിരിക്കയാം മൃത്യു എന്നാണ് നരയ്ക്കുന്നതിനെക്കുറിച്ച്. ഹാ ഭയങ്കരം എൻ തലയിങ്കൽ സ്വാപഹാസം ചിരിക്കയാം മൃത്യു. വൈലോപ്പിള്ളി നമ്മൾ സാധാരണ കരുതും എന്താ പറയുക, പുരോഗതിയുടെ കവി, ശാസ്ത്രബോധത്തിൻ്റെ കവി അതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നേരെ മറുപുറമുണ്ട്. അന്തിചായുന്നു എന്നുള്ള കവിതയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അതിൽ അവസാനിക്കുന്ന വരിയുണ്ട്, പച്ചകൾ ഇരുട്ടിനാൽ ചർച്ചിതമാകുന്നേരം പക്ഷികൾ ചേക്കേറുമാ സവിഷാദമാം രംഗം കറപ്പിൻ തെളിപോലെൻ്റെ ചേതന പണ്ടേ മോന്തിയിരുന്നിട്ടുണ്ട് ഉണരാത്തൊരല്ലിൽ ഞാൻ അലിഞ്ഞെങ്കിൽ. പന്തങ്ങൾ എഴുതിയ കവിയാണ്, യുഗപരിവർത്തനം എഴുതിയ കവിയാണ്. ആ കവി തന്നെയാണ് ഉണരാത്തൊരല്ലിൽ ഞാൻ അലിഞ്ഞെങ്കിൽ. വാസ്തവത്തിൽ ആറാമേന്ദ്രൻ എഴുതേണ്ട വരിയാണ്. അത് വൈലോപ്പിള്ളി എഴുതിയിട്ടുണ്ട്. നോക്കൂ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ വലിയ എഴുത്തുകാരൊന്നും ഈ ഒരൊറ്റ വഴിയിൽ ഒരേ കാര്യം പറഞ്ഞൊന്നും നീങ്ങില്ല. വലിയ കല എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങളുടെ കലയാണ്. വലിയ കലയുടെ ഒന്നാമത്തെ അടയാളം അത് വൈരുദ്ധ്യങ്ങളിൽ നിർഭരമായിരിക്കുന്നു എന്നതാണ്. കുമാരനാശാനെ നോക്കൂ നിങ്ങൾ, ആശാൻ എന്തൊക്കെയാണ് പറയുന്നത്. ആശാനെയൊന്നും ഒരു നിലയ്ക്കും മരിക്കാൻ മെരുങ്ങില്ലല്ലോ. ആശാൻ്റെ ശതാബ്ദിയാണ്. ഞാനെപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്, കുമാരനാശാൻ മലയാളത്തിലെ റൊമാൻറ്റിസിസത്തിൻ്റെ പൂർണ്ണ സ്വരൂപങ്ങളിലൊന്നാണ്. അതേ ആശാൻ തന്നെ ആലുവയിലെ ഓട്ട് കമ്പനിയുടെ മാനേജരാണ്. നിങ്ങൾ ലോകത്തെവിടെയെങ്കിലും ഒരു റൊമാൻറ്റിക് കവി ഒരു ഫാക്ടറി മാനേജറായതിന് വേറെ ഒരു തെളിവുണ്ടാവില്ല കേട്ടോ. കാരണം വ്യവസായ വിപ്ലവത്തിനെതിരെ വന്ന സംഗതിയായി ഈ പറയുന്ന റൊമാൻറ്റിസിസം. പക്ഷേ ആശാൻ്റെ കാലത്തെത്തുമ്പോൾ അത് രണ്ടുമുണ്ട്. കാരണം കേരളം ഇത് രണ്ടും ഒരുമിച്ചാണ് ഏറ്റെടുത്തത്. അതിൻ്റെ നടുവിൽ ഈ മനുഷ്യൻ നിൽക്കുന്നു. അതുകൊണ്ട് റൊമാൻറ്റിസിസം വിപ്ലവം ഇതിന് ഫാക്ടറിക്കെതിരാണല്ലോ എന്നതൊന്നും മൂപ്പരുടെ പ്രശ്നമല്ല. അവിടെ ഇരുന്ന് കവിത എഴുതും, ഇവിടെ ഇരുന്ന് ഓട്ട് കമ്പനി നടത്തും. ഇത് ആശാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ വൈരുദ്ധ്യം കലയിൽ രൂപതലത്തിൽ, ആശാൻ്റെ കവിതയിലൊക്കെ ഈ രൂപപരമായ സംഘർഷം അതിഭീമമാണ്. മെരുങ്ങാത്ത മട്ടിൽ ആശാൻ്റെ കവിത കുതറുന്നത് നമുക്ക് പലയിടത്തും കാണാൻ പറ്റും. അത് ഈ ആഴത്തിൽ ചരിത്രപരമാകുന്നത് കൊണ്ട് ഭാഷയ്ക്ക് വരുന്ന ഒരു വലിയ ദീപ്തി കൂടിയാണ് ആ സംഗതി എന്ന് പറയുന്നത്. ഇത് കലയിലും സാധുവായ ഒരു കാര്യമാണ്. ഈ ആശാൻ പ്രണയത്തിലേക്ക് പോകുന്ന സമയത്ത് പ്രണയാനുഭവത്തെ ആശാൻ എന്താക്കി തീർക്കുന്നു? 3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 1, ശരീരത്തിന് പുറത്തു നിർത്തുന്നു. 2, മുഖ്യധാരാ സ്ഥലങ്ങൾക്ക് പുറത്തു നിർത്തുന്നു. 2, സ്ത്രീയുടെ കേന്ദ്രത്തിൽ കൊണ്ടു നിർത്തുന്നു. അന്തിമമായി മരണത്തിൽ അവസാനിപ്പിക്കും. എന്തുകൊണ്ട്? മുഖ്യധാരാ സ്ഥലങ്ങളിലോ ശരീരത്തിലോ ഗാർഹികതയിലോ ഔപചാരിക പരിസമാപ്തിയിലോ അവസാനിക്കുന്ന ഒരു പ്രണയത്തിനും അന്ന് ജാതിക്കപ്പുറം പോകാൻ പറ്റില്ല. അതുകൊണ്ട് ജാതിവിരുദ്ധമായി ഭാവന ചെയ്യപ്പെടുന്ന ഒരു പ്രണയത്തിന് ശരീരത്തിൽ പാർക്കാൻ പറ്റില്ല. കാരണം ജാതിയുടെ പാർപ്പിടാണ് ശരീരം. ജാതിവിരുദ്ധമായ പ്രണയത്തിന് ഗാർഹികതയുടെ മണ്ഡലത്തിലേക്ക് മടങ്ങാൻ പറ്റില്ല. എല്ലാ വീട്ടകങ്ങളും ജാതി സ്ഥലങ്ങളാണ്, എല്ലാ നടവഴികളും ജാതി സ്ഥലങ്ങളാണ്. ജാതിയില്ലാത്ത സ്ഥലം ഏതാണ്? അതാണ് കാട്. അതുകൊണ്ട് നല്ല ഹൈമവത ഭൂവി. ജീവിതത്തിലേക്ക് തിരിച്ചു മടങ്ങാൻ പറ്റില്ല. ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ ജാതിയിലേക്ക് തിരിച്ചു വരണം. അതുകൊണ്ട് പുഴച്ചാടി മരിക്കും. അരുന്തോഴി ഉലകിൽ മറയുന്നില്ല മാംസം വെടിഞ്ഞാൽ എന്ന് പറയും. ഞാൻ പറഞ്ഞു വന്നത് ആശാൻ്റെ പ്രണയഭാവന സ്ത്രീ കേന്ദ്രിതവും മരണാധിഷ്ഠിതവും
മുഖ്യധാരാ സ്ഥലങ്ങൾക്ക് പുറത്തുള്ളതുമൊക്കെയായി തീരുന്നത് അനുഭൂതിയുടെ തലത്തിൽ അത് വലിയൊരു സാമൂഹിക മൂല്യത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. വളരെ പൊളിറ്റിക്കലായ കവിതയാണ് ലീലയും നളിനിയൊക്കെ. ആ പൊളിറ്റിക്സ് മുഴുവൻ നിൽക്കുന്നത് അതിൻ്റെ അനുഭൂതിയുടെ തലത്തിലാണ്. ഇതാണ് ചരിത്രം പ്രവർത്തിക്കുന്ന മൂന്നാമത്തെ ഒരു വലിയ തലം എന്ന് പറയുന്നത്, അനുഭൂതിയുടെ തലത്തിലാണ്. അപ്പം ഇങ്ങനെ പ്രമേയ തലത്തിലും രൂപസംവിധാനത്തിൻ്റെ തലത്തിലും അനുഭൂതിയുടെ തലത്തിലും ഒരു കലാവസ്തു ഈ ചരിത്രവുമായി സംവദിക്കാം. പ്രമേയതലത്തിൽ സംവദിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ ഒരു പ്രതിനിധാന മണ്ഡലം എന്നതിനപ്പുറം കല ചരിത്രത്തെ നിർമ്മിക്കുന്ന സാമഗ്രിയാകുന്നില്ല. മറിച്ച് കല മനുഷ്യാവബോധത്തിൽ ഇടപെട്ട് അനുഭവത്തിൻ്റെ പുതിയ പ്രകാരങ്ങളെയും യാഥാർത്ഥ്യത്തിൻ്റെ പുതിയ സ്വരൂപങ്ങളെയും നിർമ്മിക്കാൻ കെൽപ്പ് നേടുന്നത് അത് അനുഭൂതിയുടെയും രൂപസംവിധാനത്തിൻ്റെയും തലത്തിൽ ചരിത്രത്തോട് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്. അതുകൊണ്ട് കലയുടെ ആഴമേറിയ ചരിത്രമൂല്യം എന്ന് പറയുന്നത് അത് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അതേപടി ആവർത്തിക്കുന്നു എന്നതിലല്ല, മറിച്ച് രൂപസംവിധാനത്തിൻ്റെ തലത്തിൽ, ഭാഷയുടെ തലത്തിൽ, വർണ്ണക്രമത്തിൻ്റെ തലത്തിൽ, അത് രേഖാ സംവിധാനങ്ങളുടെ തലത്തിൽ അതെങ്ങനെയാണ് പുതിയ ഒരു അനുഭവ മണ്ഡലത്തെ രൂപപ്പെടുത്തുന്നത് എന്നതാണ്. അതുകൊണ്ടാണ് ലൂക്കാച്ച് പറയുന്നത് ചരിത്രം ഏറ്റവും ആഴത്തിലൊരു കലാവസ്തുവിൽ ഇടപെടുന്നത് അത് രൂപത്തിൻ്റെ തലത്തിലാണ്. ഫ്രെഡറിക് ജെയിംസൺ നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ മാർക്സിസ്റ്റ് ചിന്തകനാണ്, ഏറ്റവും ഗഹനതയുള്ള മാർക്സിസ്റ്റ് ചിന്തകനാണ്. അദ്ദേഹം രൂപത്തെ വിശേഷിപ്പിച്ചത് സെഡിമെൻറ്റഡ് കണ്ടൻറ്റ് എന്നാണ്. ഊറിക്കൂടി നിൽക്കുന്ന ഘനീഭൂതമായ ഉള്ളടക്കത്തിൻ്റെ പേരാണ് രൂപം. അല്ലാതെ നിങ്ങൾക്ക് ഉള്ളടക്കം കോറി നിറയ്ക്കാൻ പറ്റിയ ഒരു പാത്രം അല്ല. ഏറ്റവും ആഴത്തിൽ, ഏറ്റവും ഘനീഭൂതമായി ചരിത്രം സന്നിഹിതമായിരിക്കുന്ന ഒന്ന് കലയിലെ രൂപതലമാണ് എന്ന് ഇദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ്. ഇത് നമുക്ക് ചിത്രങ്ങളുടെയൊക്കെ ഭാഷ നോക്കിയാൽ, അതുകൊണ്ടാണ് ഞാൻ കൂർബയെക്കുറിച്ച് പറഞ്ഞത്. 10 അടി പൊക്കത്തിലുള്ള ഒരു ഗ്രാമീണനെ വരയ്ക്കുന്നതോടെ അക്കാലം വരെ ഉണ്ടായിരുന്ന മനുഷ്യ ദൈവക്രമങ്ങളാകെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു. രവിവർമ്മ സരസ്വതിയെ സാരി ഉടുത്ത് വരയ്ക്കുകയും ഏതാണ്ട് 35 വയസ്സോ 40 വയസ്സുള്ള ഒരു സ്ത്രീയായിട്ട് സരസ്വതി മാറുകയും ലക്ഷ്മിദേവി മാറുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? മാനുഷികമായൊരു സമീപസ്ഥതയും സമകാലികതയും ദൈവങ്ങൾക്ക് കൈവരുന്നു. ഹ്യൂമൻ കണ്ടംപറേനിറ്റി, ഹ്യൂമൻ ഇമ്മീഡിയസി, അതിലേക്ക് ദൈവങ്ങൾ വരുന്നു. ഐതിഹ്യാത്മകമായ അകലത്തിൽ നിന്ന് മാനുഷികമായ സമീപസ്ഥതയിലേക്ക് ദൈവം എത്തിച്ചേരുന്നു. ദൈവം മനുഷ്യരൂപമാർജിക്കുന്നു. ഇതിനെയാണ് ആന്ത്രോപ്പോസെൻട്രിസം എന്ന് പറയുന്നത്. ഈ ആന്ത്രോപ്പോസെൻട്രിസമാണ് ആധുനികതയുടെ കേന്ദ്രമായി തീർന്നത്. അതുകൊണ്ട് രവിവർമ്മ ആധുനികതയെക്കുറിച്ച് ഒന്നുമേ പറഞ്ഞിട്ടില്ല. കൂർബയെ പോലെയോ മില്ലയെ പോലെയോ അങ്ങനെ ആധുനിക ചിത്രകാരന്മാരെ പോലെയോ ആധുനികമായി ഒന്നും വരച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ ആധുനികമെന്ന് വിളിക്കാവുന്ന ഒരു പ്രമേയവുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ ആധുനികതയുടെ മുദ്ര പതിയുന്നത് അദ്ദേഹം എണ്ണച്ചായ ഉപയോഗിച്ചു, ക്യാൻവാസ് ഉപയോഗിച്ചു, ലിത്തോഗ്രാഫുകൾ പ്രിൻ്റുകളെടുത്ത് ഈ ചിത്രം ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. ഒപ്പം തന്നെ മാനുഷികമായ സമീപസ്ഥതയിലേക്ക് ഐതിഹ്യാത്മക ഭൂതത്തെ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് കയ്യെത്തിയാൽ തൊടാവുന്ന അകലത്തിലുള്ള ഒന്നായി നമ്മുടെ ഭൂതത്തെ പരിഭാഷപ്പെടുത്തി. ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ വച്ച ഈ ദൈവങ്ങളുണ്ടല്ലോ, ഈ പൂജാമുറിയിലേക്ക് വന്ന ദൈവങ്ങൾ, ഇത് രവിവർമ്മ വരച്ചുണ്ടാക്കിയ ദൈവങ്ങളാണ്. അത് ശരിയോ തെറ്റോന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറയണത്. ഞാൻ പറയണത് അതിന് പൊളിറ്റിക്സ് ഉണ്ട് എന്ന് പറയുകയാണ്, അത് സോഷ്യൽ ഹിസ്റ്ററി ഉണ്ട് എന്ന് പറയുകയാണ്. അല്ലാതെ രവിവർമ്മ വരച്ചതിൽ മൈസൂർ ഖേത്ത എടുത്തിട്ടോ അല്ലെങ്കിൽ ജിപ്സികളെന്ന് ദാരിദ്ര്യമെന്നും പേരുള്ള 1-2 ചിത്രം എടുത്തിട്ടോ ഇതാണ് സോഷ്യൽ ആയ മൂല്യമുള്ള ചിത്രം, ബാക്കിയൊക്കെ പുരാണാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കേസരി മനോഹരമായ ഒരു ഒബ്സർവേഷൻ നടത്തുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ചിത്രകാരനായ രവിവർമ്മ ദേവീദേവന്മാരുടെ ചിത്രം വരച്ചാണ് ആധുനികനായത് എന്നാണ്. ലോകത്തൊരിടത്ത് നിങ്ങൾക്കൊരു മോഡേണിസ്റ്റ് പെയിൻറ്റർ മോഡേണിസ്റ്റ് ആകുന്നത് ദൈവങ്ങളുടെ പടം വരച്ചാകുന്നതിന് ഒരു തെളിവും കാണാൻ പറ്റില്ല. കേരളത്തിൽ കാണാം. അത് കേരളത്തിൻ്റെ സോഷ്യൽ ഹിസ്റ്ററിയുടെ സവിശേഷ സന്ദർഭത്തിൽ വന്ന വരയായതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രമേയനിഷ്ഠമായി നോക്കുന്ന സമയത്ത് നിങ്ങളൊരു റെപ്രസെൻറ്റേറ്റീവായ സെക്കൻഡറി ആയ ഒരു പൊസിഷനിലേക്ക് കലാവസ്തുവിനെ താത്തും. കല എന്ന് പറയുന്നത് ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, അത് റിഫ്ലക്റ്റീവ് അല്ല, അത് റെപ്രസെൻറ്റേറ്റീവ് അല്ല. ഇത്തരം ദൗത്യങ്ങളൊക്കെ അവ ഏറ്റെടുക്കുന്നുണ്ടാവും. പക്ഷെ ഉന്നതമായ കല കോൺസ്റ്റിറ്റ്യൂട്ടീവാണ്, നിർമ്മാണ സാമഗ്രിയാണ്. മനുഷ്യാവബോധത്തെ, യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ, അതിൻ്റെ അനുഭൂതിക്രമത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് കല പ്രവർത്തിക്കുന്നത്. അതിനെ ചരിത്രം എന്ന നിലയിൽ നിങ്ങൾ സോഷ്യൽ ഹിസ്റ്ററിയുടെ ഒരു സപ്ലിമെൻ്ററി ടെക്സ്റ്റായിട്ട്
കലയെ കാണുന്നത് വാസ്തവത്തിൽ നാം നമ്മോട് നടത്തുന്ന വലിയ കുറ്റകൃത്യമാണ്. കാരണം ഈ യാഥാർത്ഥ്യത്തിൻ്റെ ഉള്ളിലെ ഇരുട്ടിലേക്ക് കല നമുക്ക് വെളിച്ചം തരും. യാഥാർത്ഥ്യത്തിൻ്റെ സാമാന്യ മണ്ഡലത്തെ സാമൂഹ്യജ്ഞാനം വിശദീകരിച്ചു തരും. അപ്പോൾ ഈ സാമാന്യതയിലാണോ അനന്യതയിലാണോ നിൽക്കേണ്ടത്? നേരത്തെ ബർജർ പറഞ്ഞ വാക്യത്തിലേക്ക് മടങ്ങിപ്പോകാം. എല്ലാ അനുഭവങ്ങൾക്കും പേരുണ്ടെങ്കിൽ കവിത ആവശ്യമില്ലായിരുന്നു. വാക്കിൽ നിന്ന് പിൻവാങ്ങിയ അനുഭവത്തെ വാക്കുകൊണ്ട് തന്നെ വീണ്ടെടുക്കാനുള്ള മനുഷ്യവംശത്തിൻ്റെ അവസാനമില്ലാത്ത ശ്രമമാണ് കവിത. ആ ശ്രമത്തിലാണ് വാസ്തവത്തിൽ ചരിത്രത്തിൻ്റെ സൂക്ഷ്മയാഥാർത്ഥ്യമുള്ളത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. നിങ്ങൾക്ക് നമസ്കാരം.